വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. 2025 ഈ ഒക്ടോബർ മാസം 10-ാം തീയതി ഈ 8 മണിയോടടുത്തിരിക്കുന്ന സമയം വരെ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്തവർ ആരെങ്കിലും ഈ മൈക്രോഫോണിൻ്റെ പരിധിയിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നമുക്കൊന്നുകൂടെ ശ്രമിക്കാം. സ്തോത്രം. രാത്രി മുഴുവനും അധ്വാനിച്ചു, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ പെടാപ്പാടുപെട്ടു. വി ഹാവ് ടോയിൽഡ് ദ ഹോൾ നൈറ്റ്. കഴിഞ്ഞൊരു രാത്രി മുഴുവൻ ഞങ്ങൾ ഭഗീരഥ പ്രയത്നം ചെയ്തു, ഒന്നും നടന്നില്ല. വി ഗോട്ട് നത്തിങ് ഈവൻ ദെൻ. എന്നിരുന്നാലും നിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ കഴുകി വച്ചിരിക്കുന്ന എൻ്റെ വല ഒരിക്കൽ കൂടെ ഞാൻ അഴിച്ചിറക്കാം. സ്തോത്ര. ജീവിത പടകിനകത്ത് നിരാശയുടെ വലയുമായി, പ്രാർത്ഥനയുടെ വലയുമായി, മനസാക്ഷിയുടെ വലയുമായി ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നമ്മൾ കഴിച്ചിറക്കാം. കർത്താവിൻ്റെ വാക്ക് വിശ്വസിക്കുക, അവൻ വലിയ നന്മകളെ തരുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ 4 സുവിശേഷം, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മത്തായിയിൽ യേശുവിനെ രാജാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? കിട്ടിയെങ്കിൽ വായിക്കാം. മത്തായി 2:2. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രണ്ടാമത്തേത് മാർക്കോസ്. മാർക്കോസ് വിഷയത്തിൽ യേശുവിനെ ദാസനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഉടനെ എന്ന് പറയുന്നത്. കാരണം ജോലിക്ക് വരുന്ന ഒരാളിന് നമ്മൾ ഒരിക്കലും വിശ്രമം കൊടുക്കില്ല, അവരെ പെട്ടെന്ന് ജോലി ചെയ്യിക്കും. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ 2-ാം വാക്യം മാർക്കോസിൽ നിന്നുണ്ട് ഉടനെ എന്ന് വായിച്ചു നോക്കണേ. ഉടനെ വാതിൽക്കൽ പോലും. അടുത്ത് പിന്നെ ഒരുപാടുണ്ട്. 5-ാം അധ്യായം 2-ാം വാക്യം പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ. അതിന്റെ 30-ാം വാക്യം ഉടനെ യേശു തന്നിൽ നിന്ന്. വീണ്ടും 42-ാമത്തെ വാക്യം ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. ഉടനെ, സഡൻലി, ക്വിക്ക്ലി എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ചെയ്യുക എന്നുള്ളൊരു ദാസവൃത്തിയുടെ സിമ്പലാണ്. അതുകൊണ്ടാണ് യെശയ്യാവിൽ പറയുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. സ്തോത്രം. അതിനകത്ത് പ്രവൃത്തിയെ കുറിക്കുന്നു. അത് കൂടുതൽ കാര്യങ്ങൾ മത്തായി പറയുമ്പോൾ പ്രവൃത്തിയാണ്. മാർക്കോസ്, ലൂക്കോസിൽ യേശുക്രിസ്തുവിനെ മനുഷ്യനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിയാൽ മത്തായി യഹൂദന്മാർക്ക് എഴുതി, മാർക്കോസ് റോമക്കാർക്ക് വേണ്ടി എഴുതി, ലൂക്കോസ് എഴുതിയത് ഗ്രീക്കുകാരെന്ന യവനക്കാർക്കാണ്. യവനന്മാരുടെ ആ കാലഘട്ടത്തിൽ ഗ്രീക്ക് പണ്ഡിതനായിരിക്കുന്ന ഡയോജനീസ് എന്നൊരു വ്യക്തി പട്ടാപ്പകൽ വിളക്കും കൊളുത്തി നടന്നു. ഒരു യഥാർത്ഥ മനുഷ്യനെ എവിടെ കണ്ടുപിടിക്കാം? വേർ ഈസ് എൻ ഓണസ്റ്റ് മാൻ? എവിടെയാണ് സത്യസന്ധനായ മനുഷ്യൻ? വിശ്വസ്തരായ മനുഷ്യരെ അന്വേഷിക്കുന്ന ആളുകൾക്കിടയിൽ മനുഷ്യത്വത്തെ വിളമ്പുവാൻ ലൂക്കോസ് അവർക്ക് എഴുതിയപ്പോൾ 19-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. വായിച്ചാട്ടെ 19:10 ലൂക്കോസ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അടുത്ത പറയുന്ന യോഹന്നാൻ സുവിശേഷത്തിൽ യേശുവിനെ കാണിക്കുന്നത് മഹാദൈവമായിട്ടാണ്. അതുകൊണ്ടാണ് 1-ാമത്തെ വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ. വായിച്ചാട്ടെ 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് റഫായിട്ടൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയപ്പെടുന്ന മത്തായിയിൽ രാജാവായും, മാർക്കോസിൽ ദാസനായും, ലൂക്കോസിൽ മനുഷ്യനായ യോഹന്നാനിൽ മഹാദൈവ അവതരിപ്പിക്കുന്ന ഈ കർത്താവിനെ കുറിച്ച് ലൂക്കോസ് എഴുത്തിൽ പറയുന്നത് യേശു മനുഷ്യനെന്നാണ്. ലൂക്കോസ് എന്നറിയപ്പെടുന്ന ആളൊരു വൈദ്യനാണ്, അയാൾ ഡോക്ടറാണ്. ഗ്രീക്കിൽ ഫിഷക്കൊരൻ എന്ന് പറയുക. അങ്ങനെ ഫിഷക്കൊരൻ എന്നറിയപ്പെടുന്ന അപ്പോത്തിക്കിരി എന്ന ഗ്രീക്ക് വാക്കുള്ള ആ മനുഷ്യൻ ഡോക്ടറാണ്. 4 സുവിശേഷങ്ങളിൽ ഏറ്റവും പഠിത്തമുള്ളത് ലൂക്കോസാണ്. സിറിയ എന്നറിയപ്പെടുന്ന രാജ്യത്തിലെ അന്ത്യോക്യയിൽ ജനിച്ചിട്ട് ടർക്കി എന്നറിയപ്പെടുന്ന രാജ്യത്തിലെ ത്രോവാസിൽ വളർന്ന് മാസിഡോണിയ എന്ന മക്കദോനിയ എന്ന മലയാളത്തിൽ പറയുന്ന ആ രാജ്യത്തിലെ ഫിലിപ്പിയ എന്ന സ്ഥലത്ത് ഡോക്ടറായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിവാഹിതനായിരിക്കുന്ന ലൂക്കോസ് പൗലോസിന്റെ വീട്ടിൽ അടിക്കടി വിസിറ്ററായിരുന്നു. അങ്ങനെ പൗലോസിന്റെ ജീവിതം കണ്ട് സാക്ഷ്യം കേട്ട് ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയായി മാറുവാനിടയായി. സ്തോത്രം.
അങ്ങനെ തന്നെ ശുശ്രൂഷയ്ക്ക് സഹായിയായി പ്രിയ വൈദ്യനായ ലൂക്കോസ് എന്നാണ് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം പറയുന്നത്. പിന്നത്തെ ഫിലോമോന്റെ ലേഖനം പറയുന്നത് അല്ലെ എൻ്റെ കൂട്ടുവേലക്കാരൻ എന്നാണ്. എന്നാൽ തിമോത്തിയോസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 2-ാം തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ കാരാഗൃഹത്തിനകത്ത് 66 കോടി സ്വർണത്തിന്റെ ആസ്തി ഉണ്ടായിരുന്ന കേത്രയിലെ കപ്പൽ വ്യാപാരിയുടെ മകനായിരിക്കുന്ന ഈ പറയപ്പെടുന്ന പൗലോസ് അതിനകത്ത് കിടന്ന് ഒരു പുതപ്പും ഒരു പുസ്തകവും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവസാന തന്റെ ശിഷ്യനാകുന്ന ലൂക്കോസിനോട് പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. തിമോത്തിയോസിന് എഴുതുമ്പോൾ അതിൽ 11-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞു, ലൂക്കോസ് മാത്രമേ ഇപ്പോൾ എന്റെ കൂടെയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം പറയാനും കൈയടിക്കാനും കൂടുതൽ ഉണ്ടാകുമെങ്കിൽ നിന്റെ കൂടെയുള്ളത് ആരാണ്? അതാണ് ദൈവ സ്നേഹമുള്ളവർ. മനസ്സിലായവർക്കായി സ്തോത്രം. അങ്ങനെ ലൂക്കോസ് എന്നറിയപ്പെടുന്ന വ്യക്തി ഈ പറയപ്പെടുന്ന പൗലോസിന്റെ മരണശേഷം താൻ യെരുശലേമിൽ വന്നുവെന്നാണ് യഹൂദ ചരിത്രം. നിങ്ങളാകുന്നവർ എന്നെക്കാൾ അറിവുള്ളവരാണെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ, അങ്ങനെ ലൂക്കോസ് മറിയയുടെ വീട്ടിൽ താമസിച്ചു എന്ന് യഹൂദ ചരിത്രം, യഹൂദ പഞ്ചാംഗം തൽമൂദ് പറയുന്നു. ആ തൽമൂദിന്റെ വ്യവസ്ഥ പ്രകാരം മറിയ മരിക്കുന്നവർ എവിടെ താമസിച്ചിരുന്നു? ലൂക്കോസ്. അങ്ങനെ ആ ഒരൊറ്റ കാരണത്തിന് തെളിവ് 4 സുവിശേഷങ്ങൾ വായിച്ചു നോക്കിയാൽ മറ്റൊരു സുവിശേഷകന്മാരും പറയാത്ത 3 കാര്യം ലൂക്കോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മറിയയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഒന്ന്, ഗബ്രിയേൽ ദൂതന്റെ പ്രത്യക്ഷപ്പെടൽ ലൂക്കോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്വത്ര അത് മറിയയ്ക്ക് മാത്രം അറിയാവുന്ന. 2-ാമത്തെ കാര്യം സക്കറിയാവിന്റെ ഒരു പാട്ടുണ്ട്. എലിസബത്ത് ഗർഭിണിയാകുന്ന സമയത്ത് ആ പാട്ട് ലൂക്കോസിൽ മാത്രമേ ഉള്ളൂ. മറിയയുടെ എലിസബത്തിന്റെ സന്ദർശനം ലൂക്കോസിൽ മാത്രമേ ഉള്ളൂ. ശുശ്രൂഷയുടെ ഒടുവിൽ മനുഷ്യനായി ദൈവത്തെ അവതരിപ്പിച്ച ഈ മനുഷ്യൻ ഈജിപ്തിലേക്ക് പോവുകയോ അതുവഴി ഗ്രീസിലെ ബൊയേഷ്യ എന്ന സ്ഥലത്ത് വെച്ച് താൻ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്ത ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അതിന് ശീമോൻ, to that one Simon replied. അതിന്റെ 11-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയാണ് എൻ്റെ പ്രസംഗ വിഷയം. അതിനിടയിൽ എൻ്റെ കുറെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് കൃത്യസമയത്ത് എന്നെ നിർത്താൻ ഞാനും താല്പര്യപ്പെടുന്നു. നിങ്ങളെക്കാൾ എനിക്ക് വേണ്ടി താല്പര്യമുണ്ട്. അതിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ ഗന്നേസരെ തടാകത്തിന്റെ കരയിൽ പുരുഷാരത്തെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനം ദൈവജനം കേൾക്കുവാൻ തിരക്കിക്കൊണ്ടിരിക്കുക 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. വായിച്ചട്ടെ 1-ാം വാക്യം. അവൻ ഗന്നേസരത്തെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അടുത്ത വാക്യം: മീൻപിടിക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകൾ ഒന്നിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. വായിച്ചാട്ടെ. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചിരുന്നപ്പോൾ മീൻപിടുത്തത്തിന് നീക്കി വല വീശുവാൻ യേശു ശീമോനോട് പറഞ്ഞു. അതിന് മറുപടിയായിട്ടാണ് ശീമോൻ പറഞ്ഞ, നാഥ, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു. എന്റെ അറിവും പഠിപ്പും മിടുക്കും കൊണ്ട് ഞാൻ പലതും ചെയ്തു. എന്റെ ജീവിതത്തിന് മുമ്പിൽ ശൂന്യതയാണ് ബാക്കി, നിരാശയാണ് ബാക്കി, സങ്കടമാണ് ബാക്കി. വിചാരിച്ചതൊന്നും എന്റെ ജീവിത വള്ളത്തിനകത്തുള്ള ഈ പ്രാർത്ഥനാ വലയ്ക്കകത്ത് വന്നു നിറഞ്ഞില്ല. എങ്കിലും സാഹചര്യം നോക്കാതെ നിന്റെ വാക്കിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ കഴുകി വെച്ച എന്റെ വല ഒരിക്കൽ കൂടെ അഴിച്ചിറക്കുന്നു. ഇന്ന് രാത്രി ഊരമ്പുള്ള ദേശമേ, നിരാശയോടെ കഴുകി വെച്ച ജീവിത വള്ളത്തിനകത്തുള്ള വല ശുശ്രൂഷയിൽ നിറയട്ടെ, ശുശ്രൂഷകന്മാരിൽ നിറയട്ടെ, കുടുംബങ്ങളിൽ നിറയട്ടെ, പ്രാർത്ഥനകളിൽ നിറയട്ടെ, ഉപജീവനത്തിൽ നിറയട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിരാശയായിരിക്കാം, ഒരുപക്ഷെ തകർച്ചയായിരിക്കാം, സഭയ്ക്കകത്ത് ശൂന്യതയായിരിക്കാം, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളായിരിക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്ന, ഭയപ്പെടണ്ട, നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനുണ്ട്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ
തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ ആമേ അല്ലയോ ഈ ശോധന. ആമേ കഷ്ടങ്ങളിൽ കരമടിച്ച് ഹല്ലേലൂയ. കൈകളെ തട്ടി വായ് തുറന്ന് ആമേ ഹല്ലേലൂയ. ആമേ നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലോ പതറിടല്ലേ കണ്ണുനീരിലോ കളഞ്ഞിടല്ലേ ഞാനെന്നും നിന്റെ ദൈവോ നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവോ എല്ലാവരും കൈയുള്ളവരെ കരമടിച്ച് എന്റേതാണേ. വിശ്വാസമോ ഭക്തം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയോ. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായിരുന്നു. നിന്റെ വിശ്വാസമോ ഭക്തം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയോ. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായിരുന്നു. കളഞ്ഞിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലോ പിന്മാറിപ്പോയിടല്ലേ. വെറുപ്പില്ലാതെ മുമ്പോട്ട് പോവുക യേശുവെന്നും നിന്റെ കൂടെ. നിന്റെ കുറ്റം വേദിച്ച് തള്ളിക്കളഞ്ഞെന്നാലോ പിന്മാറിപ്പോയിടല്ലേ. വെറുപ്പില്ലാതെ മുമ്പോട്ട് പോവുക യേശുവെന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലോ പതറിടല്ലേ കണ്ണുനീരിലോ തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവോ നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവോ നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവോ നീ എന്നും എന്റേതാണേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവര് ആമേ കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ. ദേശത്തിന്റെ പിശാചിന്റെ തല തകരുന്ന ശക്തിയോട് ശുശ്രൂഷയ്ക്കെതിരായി ആമേ കൺവെൻഷനെതിരായി ആത്മീകമായ മുന്നേറ്റത്തിനെതിരായി ആമേ സഭയ്ക്കെതിരായി വരുന്ന ഭാഷാൻ കൂറ്റന്റെ ശക്തിമാൻ ഊരമ്പള സഭയ്ക്കല്ല ആമേ സദസ്യത്തിനായിരിക്കുന്ന ദൈവദാസന്മാരുടെ സഭകളിൽ പോലും ആമേ ശുശ്രൂഷ ആമേ ജനങ്ങൾ കടന്നു വന്നാൽ അവരെ നിലനിർത്താതെ അവരെ പിന്നോട്ടടിക്കുന്ന പൈശാചിക മന്ദനങ്ങൾ ജിന്നിന്റെ ശക്തികള് പുണ്യവാള ശക്തികള് ദേശാധിപ ശക്തികള് ഇന്ന് രാത്രി തകരട്ടെ. പ്രശാന്ത് എന്നൊരു പേര് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. പ്രശാന്ത് എന്നൊരു പേര് ഇന്ന് രാത്രി ദൈവാത്മാവ് കാണിക്കുന്നു. ഹല്ലേലൂയ. പ്രദീപ്, ഹല്ലേലൂയ. ജിദേ, ഹല്ലേലൂയ. പോളി എന്നൊരു പെൺകുട്ടിയുടെ പേര് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജലജ ആമ എന്നുള്ള ഒരു സഹോദരിയുടെ പേര്
ഭവനത്തിനകത്ത് ഇപ്പോൾ രോഗിയായി ഈ മീറ്റിംഗ് കേൾക്കുന്ന പ്രിയ സഹോദര കിടക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇവിടെ നിന്നുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാരുടെ പ്രാർത്ഥനയോട് ഞങ്ങൾ ഒരു മനസ്സോട് ശാസിക്കുന്നു. രോഗശക്തികൾ മാറട്ടെ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. ചെവിക്കകത്തുള്ള ചില മുഴക്കങ്ങൾ മാറട്ടെ. ചില വാദക്കെട്ടുകൾ മാറട്ടെ. ഒരു ഭവനത്തിന്റെ പണിക്ക് ആരംഭിച്ചിട്ട് വർഷങ്ങളായി ഒരു പണി തുടരാൻ കഴിയാതെ ഭാരപ്പെട്ട ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവം വിടുവിക്കുന്നു. ശുശ്രൂഷകന്മാരിൽ ഭവനത്തിനകത്ത് മക്കൾക്കോ കുടുംബത്തിനോ മാറി മാറി വരുന്ന രോഗബന്ധനങ്ങൾ വിസിറ്റിങ്ങിന് പോകാൻ സമയമാകുമ്പോൾ അവരെ തളർത്തിക്കളയുന്ന ശാരീരിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിക്കുന്നു. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. ഊരമ്പള ദേശത്തെ അങ്ങ് മാനിക്കുന്നതുകൊണ്ട് സ്തോത്രം. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇത്ര വലിയൊരു കൂട്ടം അവരുടെ പ്രാർത്ഥന ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അടിയനെ അറിയാവുന്നവർ, കേട്ടിട്ടുള്ളവർ, കേട്ട് പറഞ്ഞും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, കൂടെ വന്നവർ എല്ലാവർക്കായും പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി സ്വർഗം മഹത്വപ്പെടണം, ദൈവനാമം മഹത്വപ്പെടണം. പ്രസംഗിക്കുന്ന അടിയനോ സംഘാടകരോ വേദിയിലായിരിക്കുന്നവരല്ല, അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടണം. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. ഈ ദിവസം അതിലുള്ള വിളിയായി മാറണം, വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ. പ്രാർത്ഥനകളുടെ ദൈവത്തെ കരമെടുത്ത് സ്തുതിക്കാം. ശക്തിയോടെ ഉറക്കെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ പേര് കണ്ടതുപോലെ വിജയൻ ആശാരി, ഞാൻ ആശാരി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. വിശ്വകർമ്മ സമുദായത്തിൽ ആശാരി കുടുംബത്തിൽ കൊല്ല വിഭാഗത്തിൽ ജനിച്ച ആളാണ് ഞാൻ. കൊല്ലനും കല്ലനും ആശാരിയും തട്ടാനും മൂശാരിയും എഴുത്തുകുത്തിൽ ആശാരി എന്നാണ് പേര് വരുന്നത്. അതുകൊണ്ടാണ് മൊത്തത്തിൽ പറയുമ്പോൾ ആശാരിമാർ 5 ഉണ്ടെന്നുള്ളതാണ്. ബാക്കി ഒരുപാട് സമുദായക്കാരെ പറയാൻ എനിക്കറിയാം, അതൊന്നും എൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വിടുകയാണ്. സോദര, ആശാരിമാർ 5 ഉണ്ടെന്നാണ്. നായർ 40 ഉണ്ട്. തൽക്കാലം അത്രയും മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തിൽ ജനിച്ച ആളാണ്. ഞാനാണ് ക്രിസ്ത്യാനികളായിരിക്കും. നിങ്ങൾ ആർസിക്കാരോ CSIക്കാരോ മാർത്തോമക്കാരോ രക്ഷാസൈനികരോ ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിൽ ജനിച്ചവളായിരിക്കും. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ ഹല്ലേലൂയ പറയണം എന്ന് പറയുന്നത് പോലത്തെ ഒരു സങ്കടം വേറെയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യ തമിഴ്നാട്ടുകാരി, തിരുച്ചെന്തൂരുകാരിയാണ്. അവൾ 1997 നവംബർ 13 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ പിന്നത്തേൽ പറയും. നിങ്ങളുടെ സ്തോത്രവും കയ്യടിയൊക്കെ എങ്ങനെ ഇരിക്കുമോ അത്രത്തോളം ഞാൻ പറയും. അപ്പോൾ തമിഴ്നാട് തിരുച്ചെന്തൂരിൽ നിന്ന് വന്ന അവൾ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുപോകണം. അപ്പോൾ എനിക്കൊന്നൊരു കൊച്ചു വണ്ടിയുണ്ട്. ഇന്ന് ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ വണ്ടിയിൽ പോകണം കണ്ടില്ലേ? നല്ല ബൈക്കിലിങ്ങനെ മങ്കി മരത്തിൽ കിടക്കും പോലെ കിടക്കും. അതിൻ്റെ പുറകെ പിള്ളേരിങ്ങനെ തുമ്പയിൽ റോക്കറ്റ് പോലെ ഇരിക്കും. എൻ്റെ ഭാര്യ അങ്ങനെ ഇരിക്കില്ല. അവൾ സൈഡ് തിരിഞ്ഞിരിക്കും. എപ്പോഴും കല്ലേടി സ്തോത്രം എന്ന് പറയും. അന്ന് വാടക വീട്ടിൽ കിടന്നപ്പോഴുള്ള കല്ലേടി സ്തോത്രം പറഞ്ഞു. ഇന്ന് സ്വന്തം വീട്ടിൽ കിടന്നപ്പോഴും കല്ലേടി സ്തോത്രം തന്നെ പറയുന്നു. പണ്ട് സൈക്കിളിൽ അവൾ എൻ്റെ കൂടെ ഇരുന്ന് വന്നപ്പോഴും അവൾ കല്ലേടി സ്തോത്രം പറഞ്ഞു. ഇപ്പോൾ അവൾ എൻ്റെ വാഹനത്തിൽ ഇരുന്ന് വന്നാലും കല്ലേടി സ്തോത്രം പറയും. മാത്രമല്ല, പ്രശ്നങ്ങളുള്ളപ്പോഴും അന്ന് കീറിയ ഡ്രസ്സ് ഇട്ടപ്പോഴും കല്ലേലി സ്തോത്രം, ഇന്ന് നല്ല ഡ്രസ്സ് ഇട്ടപ്പോഴും കല്ലേലി സ്തോത്രം. ഞാൻ കറണ്ടിൻ്റെ ബില്ല് വരുമ്പോൾ ഒരാഴ്ച മൊത്തം കല്ലേലി സ്തോത്രമായിരിക്കും. സ്തോത്രം. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് വന്നാൽ ഭയങ്കര സ്തോത്രമായിരിക്കും. പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയല്ല. അവൾ കല്ലേലി സ്തോത്രം പറയും. നിങ്ങളിത് കേട്ടിട്ടെങ്കിലും സ്തോത്രം പറയണം. ഹല്ലേലൂയ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ ബൈക്കിലിരുന്ന് വരികയാണ്. അപ്പോൾ നെയ്യാറ്റിൻകര 3 കല്ലുമൂട് റോളൻസിൻ്റെ അതുവഴി ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ അവിടെ മുമ്പ് പോലീസ് നിൽക്കുകയാണ്. വൈകുന്നേരം എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ ഞാൻ വണ്ടി പതുക്കെ പിടിച്ചു. അപ്പോൾ എവളെപ്പോഴും ഇങ്ങനെ കല്ലേലി സ്തോത്രം പറയുന്ന ആളാണല്ലോ. അപ്പോൾ പോലീസ് അവിടെ നിൽക്കുകയാണ്. ഞാൻ സ്ലോ ആക്കി. എൻ്റെ ഭാര്യയുടെ എന്ത്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ചുമ്മാ എന്തിന് ടെൻഷൻ അടിപ്പിക്കുന്നത്, പോലീസിനെ കാണുമ്പം കാണട്ടെ. അങ്ങനെ വണ്ടി പതുക്കെ, സന്ധ്യാസമയമാണ്, ഹെൽമെറ്റ് ഇല്ല. പോലീസുകാരൻ കൈ കാണിച്ചു. ഞാൻ വണ്ടി കൊണ്ട് വളച്ച് നിർത്തി. വളച്ചപ്പോഴാണ് എൻ്റെ ഭാര്യ ആരെ കണ്ടത്? പോലീസിനെ കണ്ടത്. അവൾ അതൊരു കല്ലേലി സ്തോത്രം പോലീസിനെ കണ്ടത്. അല്ലേ
ഹല്ലേലൂയ എന്ന് ഉറച്ചു വിളിച്ചു. ഉടനെ പോലീസുകാരൻ പറഞ്ഞു, അയ്യോ അപ്പോ ഇതൊക്കെ മറ്റേ പാർട്ടികളാണ്, അങ്ങ് പോയി. എടാ, മറ്റേ പാർട്ടി എന്ന് സ്തോത്രം പറയുന്ന പാർട്ടി. ഒരു സ്തോത്രം പറ. നിനക്കുള്ള കരുത് നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തില്, നിന്റെ ശുശ്രൂഷയില്, നിന്റെ സഭയ്ക്കകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം തരും. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് ശക്തിയോടെ. നിന്റെ കുടുംബത്തിന്റെ പാതാള ശൂന്യത മാറുന്ന ശക്തിയോടെ. പ്രസംഗം തീരുന്നവരെ നിങ്ങൾ വായിക്കരുത്, വായിക്കാൻ ആളും ശരിയാണോ എന്ന് വീട്ടിൽ ചെന്ന് നോക്കണം, എന്നെ നോക്കിയിരിക്കണം. 1-ാം വാക്യം, അവൻ ഗന്നേസരെ തടാകത്തിന്റെ കരയിൽ പുരുഷാരത്തെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനം ദൈവവചനം കേൾക്കുവാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശുക്രിസ്തു കണ്ടു. ശരിക്കും പറഞ്ഞാൽ POC RC കാരുടെ ബൈബിളിൽ നോക്കിയാൽ അവനെന്നൊന്നും പറയില്ല, അവിടുന്ന്, അദ്ദേഹം എന്നൊക്കെ പറയുക. അവർ പിന്നീടാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിലും അവരിത് ഗൗരവത്തിൽ പറഞ്ഞു. നമ്മൾ ഹീ കണ്ടപ്പം അവനെന്നാക്കി. പക്ഷെ പലപ്പോഴും നമുക്കതിൻ്റെ ഗൗരവം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് പറ്റുമെന്നുള്ള സമയത്തിൽ ഈ അവനെന്നുള്ളതൊക്കെ മാറ്റി അവിടുന്ന് എന്നാക്കിയാൽ നല്ലത്. സ്വത്രം. ഇവിടുന്ന് ഇറങ്ങി ഊരമ്പള ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ പൂവാർ SI ഇരിക്കുകയാണ് വളവിൽ. കണ്ട പറഞ്ഞേ, എന്ത് അവർ ഇവിടെ SI ആളെ നമ്മൾ നീ എന്ത് ഇവിടെ നിൽക്കണത്? മിന്നലും വെടിയും മാത്രമേ ഓർമ്മ കാണൂ. ഒരു മനുഷ്യനെ അങ്ങനെ വിളിക്കുമ്പോൾ അദ്ദേഹം ശിക്ഷിക്കുമെങ്കിൽ ലോകരക്ഷിതാവായ എൻ്റെ കർത്താവിനെ അവൻ എന്നുള്ള വിളി അങ്ങ് മാറ്റിക്കളയണ. ട്രാൻസ്ലേഷൻ്റെ കാലഘട്ടത്തിൽ തെറ്റാണ്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള പാട്ടുകാർ പാടുമ്പോൾ അവൻ എന്നുള്ള വാക്കൊക്കെ വരുമ്പോൾ യേശു എന്നാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഗന്നേസരെ തടാകത്തിൻ്റെ കരയിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു 3-4 സുവിശേഷകരിൽ ഏറ്റവും പഠിത്തം ഡോക്ടറാണ്. ഈ ഡോക്ടറായ ലൂക്കോസാണ്. മത്തായി ഇതേ കടലിനെ പറഞ്ഞ പേര് മത്തായി 4:18 വായിച്ചാട്ടെ. ഗലീലിയ കടൽ. കേട്ടാട്ടെ, മത്തായി 4:18. യേശു ഗലീലിയ കടൽപ്പുറത്ത് നടക്കുമ്പോൾ. ഗലീലിയ കടൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് വായിക്കും. യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ. താങ്കൾ വായിച്ച തെറ്റൊന്നുമില്ല. സ്പീഡ് കൂടുമ്പോൾ ചിലപ്പം കേൾക്കുന്നവർ വേറെ വിചാരിക്കും. മതി. പണ്ട് തമിഴ്നാട് ഹോട്ടലിൽ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു, ചാപ്പാട് പോടപ്പെടും. എന്താന്ന് ബോർഡ്? ഊണ് തയ്യാറെന്നാണ്. ഈ മഴ പെയ്തപ്പം ബോർഡ് വന്ന് 4 അറ്റ് വീഴുന്നു. നിൽക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനക്കാരൻ അറിഞ്ഞൂടല്ലോ, ഇത് ഒന്നിച്ചിരുന്നാലേ അർത്ഥം വരുള്ളൂ. കീറിയ ബോർഡിനെ 4 അടുത്തായിട്ട് ഒട്ടിച്ചു വെച്ചു. അടുത്ത ടീമെന്ന് നോക്കിയപ്പോൾ ഒന്നിച്ചിരുന്നപ്പോൾ ചാപ്പാട് പോടപ്പെടും. അടുത്ത ടീമെന്ന് നോക്കിയപ്പം ചാപ്പ ഡപ്പോ ഡുപ്പോ ഡും. പുള്ളി വിചാരിച്ചു എന്തോ പുതിയ സ്പെഷ്യൽ ഫുഡായിരിക്കും. മറ്റേ ആളൊന്ന് ചോദിച്ചു എന്ത് ഫുഡ് വേണം? ഇന്ത്യ ആൾക്കൊരു ചാപ്പ, എവരിക്കൊരു ഡപ്പോ, എവരിക്കൊരു ഡുപ്പോ, എവരിക്കൊരു ഡും. ബെന്നി പാസ്റ്റർ ഞാൻ പരിചയപ്പെടുമ്പം പറയുമ്പോൾ മറന്നുപോയി. എൻ്റെ സുഹൃത്താണ്. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്തൊക്കെ തൻ്റെ സഭയിലൊക്കെ ധാരാളം ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. ക്ഷമിക്കണം. എൻ്റെ ഭാര്യയുടെ അമ്മ വിശ്വാസത്തിൽ വരുമ്പോൾ തൻ്റെ സഭയിലാണ് വന്ന് കർത്താവിനെ യഥാവധി അറിയുവാനിടയായത്. ഈ ധൃതിപ്പെട്ടിരിക്കുമ്പോൾ കുട്ടൂത്തിനകത്ത് കൈയിട്ടാലും വെളിയിലായി പോവും. ക്ഷമിക്കണം, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. മടങ്ങി വരാം. സ്വത്ര. അതുകൊണ്ട് ചാപ്പാ ഡുപ്പോ ഡപ്പോ ഡും എന്ന് പറഞ്ഞതുപോലെ ആവരുത്. നിങ്ങൾക്കും മനസ്സിലാവണം, എനിക്കും മനസ്സിലാവണം. ഒരിക്കൽ കൂടെ വായിക്കാം. 1-ാം വാക്യം. ഏത് വാക്യമാണ് വായിക്കാൻ പറഞ്ഞത്? അതേ ഞാനും മറന്നുറച്ച് വായിക്കണം. യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ. യേശു ഗലീലിയ കടൽ. അപ്പൊ മത്തായി എന്ത് പറഞ്ഞു? ഗലീലിയ കടൽ. ഇനി വായിക്കണം, കാരണം ഗലീലിയ എന്ന സ്ഥലത്തുള്ള കടൽ ഗലീലിയ കടൽ. ഇനി യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ. തിബരിയോസ് എന്ന ഗലീലിയ കടൽ. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. യേശുക്രിസ്തു ഇപ്പൊ നിൽക്കുന്ന കടലിന്റെ പേരാണ് തിബരിയോസ് കടൽ. തിബരിയോസ് കൈസർ എന്ന റോമൻ ചക്രവർത്തി ഇസ്രായേൽ ഭരിക്കുമ്പോൾ ഈ കടലിന്റെ ചുറ്റും നാവിഗേഷന് വേണ്ടി അല്ലെങ്കിൽ നാവികമായ കാര്യങ്ങൾ കപ്പലെടുക്കുന്ന തുറമുഖം പോലെ ഉണ്ടാക്കുവാൻ ചില പരിഷ്കാരങ്ങൾ അദ്ദേഹം നടത്തിയത് കൊണ്ട് ആ തുറമുഖത്തിന് ഇദ്ദേഹത്തിന്റെ പേരിട്ടു തിബരിയോസ് കടൽ. ചില എയർപോർട്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി സാറിന്റെ പേരിട്ടതുപോലെ. മനസ്സിലായവർക്കായി സ്വത്ര. അപ്പൊ തിബരിയോസ് കടൽ എന്നുള്ള കടൽ. എന്നാൽ അവർ കടൽ എന്ന് രണ്ടുപേരും പറഞ്ഞപ്പോൾ ലൂക്കോസ് പറഞ്ഞത് കടലെന്നല്ല തടാകമെന്നാണ്. വായിച്ച 5-ാം അധ്യായം 1-ാം വാക്യം. അവൻ ഗന്നേസരത്തെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ. യേശുക്രിസ്തു ഗന്നേസരെ തടാകത്തിന്റെ കരയിൽ
നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. മറ്റവരെല്ലാവരും കടലെന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകത്തിൽ കിന്നരത്ത് കടലെന്നാണ് പറഞ്ഞത്. കാരണം അതിനെ കിന്നരത്ത് എന്നറിയപ്പെടുന്നത് ഈ ഗന്നേസരത്ത് എന്ന് പറയാൻ കാരണം കിന്നരി ചുരുങ്ങിയാണ് ഗന്നസരത്തായത്. നമ്മുടെ ദാവീദ് പണ്ട് വായിച്ച ഒരു ഉപകരണത്തിന്റെ പേരാണ് കിന്നരി. വയലിൻ പോലെ ഹിത്താർ പോലത്തെ ഒരു സാധനം. അങ്ങനെ ലൗവിന്റെ ചിഹ്നമുള്ള ഒരാകൃതിയിൽ ചുറ്റിക്കിടക്കുന്ന 19 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഷേപ്പ്, കിന്നരിയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിന് ഗന്നേസരത്ത് എന്ന് പേര് വന്നത്. സ്വത്ര ഈ പറയപ്പെടുന്ന കിന്നരിയുടെ രൂപമുള്ള ഈ തടാകം എന്തുകൊണ്ട് ലൂക്കോസ് തടാകമെന്ന് പറഞ്ഞു? വാട്ട് ഈസ് ഓഷൻ? എന്താണ് കടൽ? അകലം പറയാമോ? കടൽ എന്നാൽ എന്താ? കടൽ എന്നാൽ എന്താണ്? വാട്ട് ഈസ് ഓഷൻ? ഓഷൻ എന്നാൽ ഒന്നിലധികം രാജ്യങ്ങളെ ചുറ്റിക്കിടക്കുന്ന കടൽ. ഒരു രാജ്യത്തിന് ചുറ്റും കിടക്കുന്നത് കടൽ. ഇന്ത്യൻ മഹാസമുദ്രം ആഫ്രിക്ക വരെ ഉണ്ട്. അപ്പോൾ അത് സമുദ്രം. അറേബ്യൻ കടൽ കേരളത്തിന് അപ്പുറത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് തടാകം എന്ന് പറയുന്നു. വാട്ട് ഈസ് ഓഷൻ? ദ ഫ്ലോയിങ് വാട്ടർ വിച്ച് ഹാസ് സാൾട്ടഡ് ടേസ്റ്റ് ഈസ് നോൺ ആസ് ഓഷൻ. ഇളകുന്നതും ഉപ്പിന്റെ രുചിയുള്ളതുമായ ഏതൊരു ജലസഞ്ചയത്തെയും കടലെന്ന് പറയാം. എന്നാൽ ഗലീലിയ കടലിനെ കടലെന്ന് പറയാത്ത കാരണം ഈ കടലിൽ തിരമാലകളില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തടാകം എന്ന പേര് വന്നത് അതുകൊണ്ടാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈ തടാകത്തിന് 19 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ വീതിയുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെക്കാൾ പഠിച്ചവരാണ്. ഈ പറയപ്പെടുന്ന ഗന്നേസരേഖത്തിന്റെ കിഴക്കേ അറ്റത്ത് 1.25 കിലോമീറ്റർ മുകളിൽ നിന്ന് യോർദാൻ നദി താഴോട്ട് പതിക്കുകയാണ്. നോക്കണമേ, 1.25 കിലോമീറ്റർ മുകളിൽ നിന്ന് യോർദാൻ നദി പതിക്കുകയാണ്. ഇവിടുത്തെ തൃപ്പരപ്പിലെ ഡാമിൽ പോയാൽ വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്നാൽ നമുക്കൊരു അക്ഷരം പറയാൻ പറ്റില്ല. എന്നാൽ യേശു നിൽക്കുന്നത് 1.25 കിലോമീറ്റർ മുകളിൽ നിന്ന് യോർദാൻ നദി താഴോട്ട് പതിക്കുന്ന മലയുടെ താഴെ ചാവുകടലിലേക്ക് കിഴക്ക് തെക്കൊഴുകി പോകുന്ന യോർദാൻ നദിയെ കാണാ. നമുക്ക് ഈ പറയപ്പെടുന്ന സ്ഥലത്ത് പോയാൽ ഒന്നാമത്തെ ശബ്ദം ഇതാ ഈ പറയപ്പെടുന്ന വെള്ളച്ചാട്ടം. രണ്ടാമത്തെ ശബ്ദം യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ 3000 മുതൽ 9000 വരെ ജനം കൂടുമായിരുന്നു. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, അതിന്നവരോ ആമേ ഹല്ലേലൂയ ആമേ സ്ത്രീകളും കുട്ടികളും ഒഴികെ ആമേ 5000 പേരുണ്ടായിരുന്നു. 14 അധ്യായം ആമേ 21 വാക്യം, മത്തായി സുവിശേഷം 14 അധ്യായം 21 വാക്യം. മത്തായി, തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. ഇതാണ് നമ്മുടെ കണക്ക്. 5000 പേരെന്ന് പറയുന്നതാണ്. നമുക്കൊരു പുസ്തകമുണ്ട്, യഹൂദന്മാരുടെ പഞ്ചാംഗത്തിന് അപ്പുറത്തൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് യോശുവയുടെ പുസ്തകം 10 അധ്യായം 13 വാക്യത്തിലുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് കേട്ടാട്ടെ. യോശുവയുടെ പുസ്തകം 10 അധ്യായം 13 വാക്യം. സൂര്യൻ നിന്നു, ചന്ദ്രൻ നിന്ന്. വായിക്കണം. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിന്റെ ഇംഗ്ലീഷ് ബുക്ക് ഓഫ് ജാഷർ എന്നാണ്. റോമൻ കാത്തലിക്സിന്റെ ബൈബിളിൽ യാഷറിൻ പുസ്തകം എന്നുണ്ട്. തമിഴ് ബൈബിളിൽ യാഷറിൻ പുസ്തകമെന്ന്. ഇംഗ്ലീഷിൽ ബുക്ക് ഓഫ് ജാഷർ. തൽമൂദ് പോലത്തെ ഒരു യഹൂദന്റെ പുസ്തകമാണ് ഈ പറയപ്പെടുന്ന യാഷറിൻ പുസ്തകം. പിന്നെയും ഇതുണ്ട്. 2 ശമൂവേൽ 1:18 യോനത്താൻ മരിച്ചു. ശൗൽ മരിച്ചപ്പോൾ 1 വർഷം ദേശീയ വിലാപഗാനം പാടി. അന്നിത് പാടുവാൻ ആമേ ദാവീദ് കൽപ്പിച്ചു. ഇത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആ പുസ്തകത്തിനകത്ത് പറയുന്നത് 5000 പുരുഷന്മാർ, 3200 സ്ത്രീകൾ, 920 കുട്ടികൾ. ഇത്രയും പേർ അന്ന് അവിടെ ഉള്ളപ്പോഴാണ് യേശുവിന്റെ പ്രസംഗം നടക്കുന്ന. സ്വത്ര അപ്പൊ 5000 അധികം 3000 8000 920 9220 ആളുകൾ ഉള്ളപ്പോഴാണ് 5 അപ്പവും 2 മീനും കൊടുത്തത്. നിങ്ങൾക്കറിയാമോ അന്ന് 5 അപ്പവും 2 മീനും കൊടുത്തത് 920 കുട്ടികൾ ഇരിക്കുന്നതിൽ ഒരു പയ്യൻ മാത്രമാണ്. അന്ന് അവൻ ആ അപ്പവും 2 മീനും കൊടുത്തപ്പോൾ 1000 തലമുറ കഴിഞ്ഞപ്പോൾ AD 27
അപ്പം കൊടുത്ത പയ്യന്റെ തലമുറ ഇന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഹമ്യാവ്. ആ രാഷ്ട്രത്തിന്റെ സമ്പന്ന കുടുംബം കർത്താവിന് കൊടുക്കുന്ന കയ്യടിയോ, കർത്താവിന് കൊടുക്കുന്ന കാണിക്കയോ, കർത്താവിന് കൊടുക്കുന്ന കണ്ണീര് എന്റെ കർത്താവ് കുറിച്ചു വയ്ക്കുക. കരം തട്ടി ദൈവത്തെ സ്തുതിക്കുക, കരം തട്ടി ദൈവത്തെ സ്തുതിക്കുക. നിന്റെ ഭവനത്തിന്റെ ശൂന്യത മാറട്ടെ, പാതാള ശൂന്യതകൾ മാറട്ടെ, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസ തടസ്സം മാറട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പറഞ്ഞ ഗന്നേസരത്ത് എന്ന തടാകം, അപ്പൊ ഇതിന് 19 ഈ പറഞ്ഞ പുസ്തകത്തിൽ ഇതുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. 66 പുസ്തകത്തിൽ ഇതില്ലല്ലോ. അപ്പൊ പുറത്തൊരു പുസ്തകം ഉണ്ടാകണമല്ലോ, അതല്ലെങ്കിൽ ഇതിനകത്ത് എഴുതൂല്ലല്ലോ. ആ പുസ്തകത്തിൽ പറയുന്നത് ഇതിന്റെ കിഴക്കേറ്റത്ത് വെള്ളച്ചാട്ടം. മാത്രമല്ല പുരുഷാരം വചനം കേൾക്കാനുണ്ട്. 3000 മുതൽ 9000 വരെ ജനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, ഓരോ കുട്ടികളും അങ്ങോട്ടും നടന്ന് ബഹളം വയ്ക്കുന്നത് ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടു. ഇവിടെ 2 പേര് ഇത്രയും ബഹളം വയ്ക്കുമ്പോൾ ഒരു ടീച്ചർ വരാൻ താമസിച്ചാൽ 32 പിള്ളേരിരിക്കുന്ന ക്ലാസ്സിൽ എന്ത് ബഹളമുണ്ടാകും? അടുത്ത ചന്തയിലെത്തും ബഹളം. അങ്ങനെയെങ്കിൽ ഈ 3000 പേരൊന്ന് ബഹളം വച്ചാൽ എന്തുമാത്രം ശബ്ദം ആ കടൽ തീരത്തുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ ശബ്ദം പുരുഷാരത്തിന്റെ ശബ്ദം. മൂന്നാമത്തെ ശബ്ദം ജോസഫസ് എന്ന ചരിത്രകാരൻ എഴുതി വച്ചിരിക്കുന്നു, അന്ന് ഈ പറഞ്ഞ കടലിൽ തിരമാലയുണ്ടായിരുന്നു. അപ്പൊ മൂന്നാമത്തെ ശബ്ദം തിരമാലയുടെ ശബ്ദം. നോക്കണമേ, AD 27 കബർനഗൂമിൽ ബെത്സയിദയ്ക്കടുത്ത് തിബരിയോസ് കടലിൽ, ഗലീലിയ കടലിന്റെ തരയിൽ, ഗന്നേസരത്തിന്റെ കരയിൽ യേശു AD 27 ഇന്നേക്ക് 1998 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു പ്രസംഗിക്കുമ്പോൾ, ഇന്ന് വെറും 100-150 പേര് ഇരിക്കുന്ന ഇടത്ത് പ്രസംഗിക്കാൻ പാവപ്പെട്ടൊരു മനുഷ്യനായ എനിക്ക് ഈ മൈക്കിന്റെ ആവശ്യമുള്ളപ്പോൾ, ഇന്നേക്ക് 1998 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളച്ചാട്ടത്തിന്റെ നടുവിൽ, പുരുഷാർത്ഥ ശബ്ദത്തിന്റെ നടുവിൽ, തിരമാലയ്ക്ക് നടുവിൽ നിന്ന് എൻ്റെ യേശു പ്രസംഗിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ കർത്താവിന് ഇതിനേക്കാൾ വലിയൊരു ശബ്ദമുണ്ടായിരുന്നു. നിന്റെ പ്രശ്നത്തെ മാറ്റുക, നിന്റെ പ്രതികൂലത്തെ മാറ്റുക, നിന്റെ രോഗത്തെ മാറ്റാ, നിന്റെ കടം മാറ്റാ, നിന്റെ സങ്കടം മാറ്റാ, നിന്നെ നിത്യക്കൊരുക്കുക. എന്റെ ദൈവത്തിന്റെ ശബ്ദം മതിയായത്. ഒന്നാമത്തെ ശബ്ദം വെള്ളച്ചാട്ടം. രോഗങ്ങൾ, കടങ്ങൾ, പ്രശ്നങ്ങളെല്ലാം ഇതിനകത്താണ്. 2 തിരമാല, നിയമക്കുരുക്കുകൾ, ജാതി പ്രശ്നങ്ങൾ, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം വരുന്നത് ഈ പുരുഷാരത്തിൻ്റെ ഇടയിലാണ്. ഏറ്റവും ഒടുവിൽ നോക്കണമേ, നിയമക്കുരുക്കുകൾ പറഞ്ഞല്ലോ, വെള്ളച്ചാട്ടത്തിൻ്റെ പ്രശ്നവും ഈ പറഞ്ഞ തിരമാലയുടെ ശബ്ദമാണ് നേരത്തെ പറഞ്ഞ നിയമക്കുരുക്കുകൾ. ഈ ജനങ്ങളുടെ ശബ്ദമെന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചവർ, നമുക്കിതുകൊണ്ടൊരു നന്മ വരുമെന്ന് പ്രതീക്ഷിച്ചവർ, നമ്മൾ ചോറൂട്ടിയവർ, നമ്മൾ താലോലിച്ചവർ, നമ്മളെ കരിവാരി എറിഞ്ഞിട്ട് പോകുന്നവർ. സ്വത്ര പ്രശ്നം എന്തായാലും ഉത്തരം ഒന്നേ ഉള്ളൂ. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ ശബ്ദം. ഞങ്ങൾ അക്രൈസ്തവ വിശ്വകുടുംബത്തിൽ നിന്ന് വിശ്വകർമ്മ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട് നമ്മൾ ക്രിസ്ത്യാനികളായപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്ത് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരുത്തി എന്നുള്ളതാണ്. പലരും ചെയ്യാത്തതാണ്. വിശ്വകർമ്മ ക്രിസ്ത്യൻ എന്നാക്കി. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വകർമ്മ ആചാര്യക്ക് ക്രിസ്ത്യൻ ഇല്ല, ഹിന്ദു മാത്രമേ ഉള്ളൂ. മറ്റു ചില സമുദായങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനി എന്ന് ചോദിക്കും. നമുക്കങ്ങനെയല്ല, ഒള്ളി ഹിന്ദു. അവസാനം 10ാം ക്ലാസ്സിൽ 10 A+ഉം +2 ഫുൾ A+ എടുത്ത എൻ്റെ മകൻ അഡ്മിഷനില്ല. അവൻ അഡ്മിഷന് വേണ്ടി ഇളയ മകൻ കൊതിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും അവൻ അഡ്മിഷൻ കിട്ടിയില്ല. 2024 വരെ 4 വർഷം എൻ്റെ മകൻ അഡ്മിഷനില്ല. 3-ാമത്തെ വർഷം അവൻ ചോദിച്ചു, അച്ഛൻ എന്തിനിങ്ങനെ തിരുത്താൻ പോയി? ഞാൻ പറഞ്ഞ യേശുവിനെ കല്ലറയിൽ വെക്കുമ്പോൾ 5455 മുറിവുണ്ടായിരുന്നു. നമ്മളാറ്റൊരു പുതിയ മുറിവ് കൊടുക്കരുത്. നമ്മളാറ്റ് കർത്താവിനെ വീണ്ടും ക്രൂശിക്കരുത്. നിനക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും എല്ലാ വർഷവും ഏപ്രിൽ 1-ാമത്തെ തിങ്കളോട്ട് 21 ദിവസം ഉപവസിക്കും. ആ ഉപവാസം 24 ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് ദൈവം അഡ്മിഷൻ തരും. അതിൻ്റെ കാരണം, അതിൻ്റെ തലേ വർഷം, കുറേ വർഷത്തിന് മുമ്പ് ഇവിടെ കളുവന്തിട്ട എന്നൊരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. ഞാനെന്ന വാക്ക് ക്ഷമിക്കണം, കർത്താവ് അയച്ചു അടച്ചെന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-25 ആളുകളുണ്ട്. ഇരിക്കുന്നതിൻ്റെ നടുക്ക് ഫ്രണ്ടിരിക്കുന്ന സ്ത്രീകളിൽ ഒരാളിൻ്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് പറയുന്നു നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു കുഞ്ഞിനെ തരും. സഭ മൊത്തം നിശബ്ദമായി. പാസ്റ്റർ ഒരു പേപ്പർ എഴുതുന്നു, സ്റ്റോപ്പ് ദ മീറ്റിംഗ്, മീറ്റിംഗ് നിർത്താൻ.
ഞാൻ നിർത്തി. പാസ്റ്റർ പറഞ്ഞു രാത്രി നിൽക്കണ്ട, പെട്ടെന്ന് പോകാൻ. ഞാൻ എന്ത് ഊണ് തരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച പെൺകുട്ടിയില്ലേ, അവൾ യൂട്രസ് എടുത്തു മാറ്റിയിട്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങൾ ലഭിക്കാത്ത കൊണ്ട്, അതുകൊണ്ടാണ് പ്രാർത്ഥന നിർത്താൻ പറഞ്ഞു. സങ്കടത്തോടെ വന്ന് വണ്ടിയിൽ ബൈക്കിൽ കയറാൻ ഒരുങ്ങിയതും അവളുടെ സഹോദരൻ വന്ന് എൻ്റെ കോളർ പിടിച്ച് വണ്ടിയും താഴെ ഇട്ടു. 1-2 തല്ലും അടിയൊക്കെ തന്നു. കുഴപ്പമില്ല, അതൊക്കെ അവിടെ എത്തുമ്പോൾ നല്ലവണ്ണം തിളങ്ങും. സോദര, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പിടിയാണ് ഊളിയം. അങ്ങനെ വീട്ടിൽ എത്തി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, വളർന്ന് വലുതാകുമ്പോൾ ദൈവഹിതമുണ്ടെങ്കിൽ ഒരു പൂജാരിയാകാൻ പഠിച്ചവനാണ് ഞാൻ. ഒരു സജീവ രാഷ്ട്രീയ വിശ്വാസത്തിലായിരുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ മുഴുവനും കൊല്ലാൻ നടന്ന ഞാൻ, ക്രിസ്ത്യാനികളെ വെറുത്ത ഞാൻ, നീ എന്നെ വേലക്കാരനായി വിളിച്ചിട്ട് എന്നോട് പറയാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിലും അവരെന്നെ ഉപദ്രവിച്ചു. ദൈവാത്മ പറഞ്ഞു, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. ഹല്ലേലൂയ. 19 കണ്ണീരോടെ വേദനയോടെ ഞാൻ അവിടുന്ന് മടങ്ങിപ്പോന്നു. ചില നാളുകൾ കഴിഞ്ഞ് എൻ്റെ നമ്പരൊക്കെ മാറി. അവരെന്നെ വീണ്ടും കണ്ടുപിടിച്ചപ്പോൾ ദൈവം അനുവദിച്ചാൽ അന്ന് കുഞ്ഞു കിട്ടില്ലെന്ന സ്ത്രീ തൊട്ടടുത്ത വർഷം യൂട്രസ് ഇല്ലാത്തവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കാനിടയായി. അടുത്ത മാസം, ഈ മാസം 14-ാം തീയതി അവൾക്ക് 6 വയസ്സ് തികയുന്നു. ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് ഒരു ഊപ്പ ദൈവത്തെ അല്ല, മഹിമ കണ്ട സാക്ഷികൾ. ഇവിടെ പാട്ടുകാരൻ പറഞ്ഞില്ലേ, ലോകത്തിന്റെ നടുക്ക് മധ്യഭാഗത്ത് ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. മറ്റുള്ളവരുടെ കല്ലറകൾ തുറന്നല്ല അടഞ്ഞിരിക്കുമ്പോ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയ്ക്ക് മുമ്പിലാണ് ഇന്ന് രാത്രിയത്തെ പ്രാർത്ഥന. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം പ്രിയജനം ഉണർന്നിടുക, തന്റെ വേല തികച്ചു നാം ഉണങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയജനമേ ഉണർന്നിടുക, തന്റെ വേല തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, നമ്മുടെ കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമും പോകാറായി, നമ്മുടെ കാന്തൻ വരാറായി നാമും പോകാറായി. കരമുയർത്തി ശക്തിയോടെ ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിന്റെ 3 മീറ്റർ ചുറ്റളവിൽ 3 മിനിറ്റ് അതിന്റെ പവർ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ 3 മിനിറ്റിനകത്ത് അടുത്ത ഹല്ലേലൂയ പറഞ്ഞാൽ 6 മീറ്റർ ചുറ്റളവിൽ അതിൻ്റെ ശക്തി പ്രവഹിക്കും. അപ്പോൾ 6 മിനിറ്റ് തീരുമ്പോൾ അടുത്തൊരു ഹല്ലേലൂയ 9 മീറ്ററിൽ 9 മിനിറ്റ് ചുറ്റളവിൽ അതിൻ്റെ പവർ ഉണ്ടാകും. അതുകൊണ്ടല്ലേ നമുക്ക് മുമ്പേ പോയ വണ്ടി ഇടിച്ചു തെറിച്ചിട്ട് നമ്മുടെ വാഹനത്തിൽ പിശാച് തൊടാത്തത്. നമുക്ക് പുറകെ പോയ ഒരു അപകടം പറ്റിയപ്പോൾ ആരുടെയോ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന, കുടുംബത്തിന്റെ പ്രാർത്ഥന, നിനക്ക് വേണ്ടി ആരോ പറഞ്ഞ സ്തോത്രങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ ഇവക്ക് കുഞ്ഞ് ലഭിച്ചു എന്നുള്ള അറിവുള്ളത് കൊണ്ട് മോന് അപ്പൻ്റെ പ്രാർത്ഥന വിശ്വാസമുണ്ട്. അങ്ങനെ പല കോളേജിലും കൊടുത്തു. ജാതി സർട്ടിഫിക്കറ്റ് വെക്കാൻ പറ്റാത്തത് കൊണ്ട് അഡ്മിഷൻ റിജക്റ്റഡ്. അങ്ങനെ 2004 ഏപ്രിൽ ഉപവസിക്കുമ്പോൾ പറഞ്ഞു, അപ്പാ കൃത്യമായിട്ട് എത്ര വർഷം കൊണ്ട് പറയുന്നു? ഞാൻ പറഞ്ഞു ഈ വർഷം കിട്ടിയിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അഡ്മിഷൻ എല്ലായിടവും കൊണ്ടിട്ടു. ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അഡ്മിഷൻ റിജക്റ്റഡ്. അവൻ എന്നോടൊന്ന്, അച്ഛാ അഡ്മിഷൻ ക്ലോസ്. ഞാൻ കുഴപ്പമെന്ത്, നിനക്കൊരു സീറ്റ് ദൈവം കാണും. അന്നത്തെ ബുധനാഴ്ച പത്രം വായിക്കുമ്പോൾ പത്രത്തിൽ ഇങ്ങനെ കിടക്കുന്നു, കുളത്തൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ BA-ക്ക് 1 സീറ്റ് ഒഴിവുണ്ട്. സ്പോർട്സ് കോട്ടയിൽ സ്പോട്ട് അഡ്മിഷൻ. ജാതി സർട്ടിഫിക്കറ്റ് വേണ്ട,
മത സർട്ടിഫിക്കറ്റ് വേണ്ട, ഇന്ത്യ മുഴുവൻ ചാടാൻ പോയ എൻ്റെ മകന് അഡ്മിഷൻ കിട്ടും. ഞാൻ പറഞ്ഞു നാളെ പോകാം. രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നം, ഒരു സീറ്റേ ഒഴിവുള്ളൂ, 4 പേർ വന്നാൽ എന്ത് ചെയ്യും? ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ എന്നെ അപമാനമാക്കരുത്, എൻ്റെ മകൻ്റെ മുമ്പിൽ ഞാൻ മാനക്കെടരുത്, നീ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ദൈവം അത്ഭുതം ചെയ്യണം. രാവിലെ മകനെയും കയറ്റി കുളത്തൂർ കോളേജിലെത്തുന്നു. കോളേജിലെത്തി അകത്തെ പ്രിൻസിപ്പലിനെ കണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പൊഴിയൊരു മീറ്റിംഗ് കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒപ്പിടാം, ഇവൻ്റെ അഡ്മിഷൻ കഴിഞ്ഞിരിക്കട്ടെ. വിശ്വാസത്തോടെ ഞാൻ പുറകിലോട്ട് ഉച്ചക്കടക്ക് യാത്ര തിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ മഴത്തുള്ളി വീഴാൻ തുടങ്ങി. ഓരോ തുള്ളിയും പെരുത്തു തുടങ്ങി. ഞാൻ ഉച്ചക്കട എത്തുമ്പോൾ പുറകെ പ്രളയമായി മാറി. ഞാൻ ഉച്ചയ്ക്കുള്ള ആരാധന കഴിച്ച് തിരിച്ചു വരുമ്പോൾ ആ കുളത്തൂർ കോളേജിൻ്റെ ആ കുഴിയുള്ള വശം മുഴുവനും വെള്ളം. ഞാനിവിടെ കോളേജിനടുത്തെത്തുമ്പോൾ എൻ്റെ മകൻ ഫയലും വെച്ച് പിടിച്ചിട്ട് പറയുന്നു, അപ്പ അച്ഛാ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അടുത്തൊരു കടയിൽ ചോദിച്ചു എപ്പോഴും മഴ തുടങ്ങി. അയാൾ പറഞ്ഞു 9 മണിക്ക് തുടങ്ങിയ മഴ 11 മണി വരെ തീർത്ത പ്രളയമായിരുന്നു. ഒരു മനുഷ്യനും അകത്തു വരാൻ കഴിയാതെ ചുറ്റുവട്ടം മഴയുണ്ടാക്കി. പകൽ മേഘസ്തംഭം കൊണ്ട്, രാത്രി അഗ്നിസ്തംഭം കൊണ്ട് ഇസ്രായേൽ ജനതയെ നടത്തിയ എൻ്റെ ദൈവ എൻ്റെ മകൻ അഡ്മിഷൻ കൊടുത്തു. വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ ഉപദേശിക്കുമ്പോൾ ജനം ദൈവവചനം കേൾക്കുവാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. എവിടെ ഒരു തിക്കിത്തിരക്കുണ്ടോ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. ദൈവപ്രവൃത്തി ഉണ്ടാകുന്നിടത്തെ തിക്കിത്തിരക്കുണ്ടാവും. തിക്കിത്തിരക്കി വന്നാൽ ഒരു വിടുതൽ ഉറപ്പാണ്. 3.25 അടി പൊക്കമുള്ള ഗസറ്റഡ് ഓഫീസർ 386 റോമൻ പ്രോവിൻസുകളിൽ കരം പിരിക്കുന്ന സക്കായി എന്ന ഗസറ്റഡ് ഓഫീസർ യേശുവിനെ കുറിച്ച് കേട്ട് 3.25 അടി പൊക്കക്കാരൻ ഉരുണ്ടുരുണ്ടെത്തി കാട്ടത്തി മുകളിൽ കയറി ഓരോ അരയടിയിലും ഓരോ മുള്ളു നിൽക്കുന്ന മരത്തിനകത്ത് കയറി ഒളിച്ചിരുന്നവനെ യേശു വിളിക്കുന്നു, സക്കായി. വിളി കേട്ടവരനെ പിടിവിട്ട് കാണും. ഓരോ അരയടിയിലും മുള്ളുള്ള 2 ഇഞ്ച് പൊക്കത്തിരിക്കുന്ന മുള്ളിൽ സക്കായിയുടെ തല മുതൽ കാല് വരെ മുറിഞ്ഞു കാണും. മുറിഞ്ഞ് കീറി ബന്ധപ്പെട്ടവൻ വന്നുവെങ്കിലോ അന്നവന്റെ വീടിന് രക്ഷ വന്നു. ഇന്ന് രാത്രി ഊരമ്പിളക്കകത്ത് വന്നിരിക്കുന്ന ഈ മൈക്രോഫോണിന്റെ പരിധിയിൽ കേൾക്കുന്ന പ്രിയമുള്ള സഹോദര, ഇത് നിന്റെ രക്ഷയ്ക്ക് കാരണമാകട്ടെ. ഇന്നത്തെ വരവ് ഈ കേൾക്കുന്നത് നിത്യരക്ഷയ്ക്ക് കാരണമാകട്ടെ. ഞാൻ ഋഗ്വേദത്തിൽ പഠിച്ചിട്ടുണ്ട്, പശുരോമ സഹസ്ര ഗുണിത യുഗം. ഒരു പശുവിന്റെ രോമത്തെ 1000 ഗുണം 1000 വർഷമെന്ന് നോക്കിയാൽ അത്രയും വർഷമാണ് നരകമെങ്കിൽ നരകം, സ്വർഗമെങ്കിൽ സ്വർഗം. നമ്മുടെ മുടിയെ എണ്ണി നോക്കാൻ പറ്റില്ല. അപ്പോൾ പശുവിൻ്റെ രോമം എന്നെണ്ണിത്തീരും. പശുരോമ സഹസ്ര ഗുണിത യുഗം. ഇന്ന് രാത്രി അതേ ഋഗ്വേദത്തിൽ പറയുന്ന ഒരു പ്രജാപതിയുണ്ട്. ശാപം ഭൂമിക്ക് മാറ്റാൻ കന്യകയിൽ ജനിച്ച് മരത്തിൽ മരിച്ച് എല്ലൊന്നും ഒടിയാത്തൊരുത്ത് കൽപ്പാന്തകാലത്ത് വരുമെന്ന ഋഗ്വേദത്തില് ആ പ്രജാപതി യേശു ഊരമ്മളെ ദേശത്തെ വിളിക്കുന്നു. കുശവന്റെ കളിമൺ ശാലയിലേക്ക് നിന്നെ വിളിക്കുന്നു. ഈ ചക്രത്തിന്റെ മീതെ ഒന്ന് കയറിയാൽ, ഒന്ന് രൂപപ്പെട്ടാൽ നിന്നെ വിടുവിക്കുന്ന സ്വർഗത്തിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയിൽ ഞാൻ പാടാൻ പറ്റും. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിടത്തും ചെന്ന് പാടല്ല. കാരണം പാടി എങ്ങനെ ഇരിക്കും? ഞാൻ എൻ്റെ പാട്ടിന് പാടും, നിങ്ങൾ നിങ്ങളെ പാട്ടിന് പാടും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ യേശുദാസിൻ്റെ അളിയനായതുകൊണ്ടല്ല പാടുന്നത്, MG ശ്രീകുമാറിൻ്റെ മാമനും അല്ല. മരിച്ചു പോകേണ്ട, അഴുകിപ്പോകേണ്ട എന്നെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ പാടാതിരിക്കും? പാടുമ്പോൾ എൻ്റെ ഉദ്ദേശം നിങ്ങൾ പാടി സഹായിക്കും, ആ 2 മിനിറ്റ് എനിക്ക് റെസ്റ്റ് എടുക്കാം, അല്പം വെള്ളം കുടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പലരെ ഇരിപ്പ് കണ്ടപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. നടക്കൂല. ചെല്ലു പാട്ടില്ലേ, എൻ്റെ കൈകൊട്ടി പാടാനേറെ ആരാധിപ്പാൻ എനിക്ക് ആ കൈ കൊട്ടി. ഇപ്പം കൈ കെട്ടിയല്ല, കൈ കെട്ടിയിരിക്കാൻ എന്ത് കാരണമാണിത്? അതുകൊണ്ട് അടിക്കണം. വാദം മാറട്ടെ, നിന്റെ ചുറ്റും നിൽക്കുന്ന പിശാച് മാറട്ടെ.
രക്തം 3 പ്രാവശ്യം കറങ്ങട്ടെ, നിന്റെ കൊളസ്ട്രോൾ ഒന്ന് മാറട്ടെ. പെന്തക്കോസുകാർ തിന്നുന്ന ചിക്കൻ നീ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഞങ്ങൾക്ക് കൊളസ്ട്രോൾ വരാത്തത് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ അവൻ ഗന്നേസരെ തടാകത്തിന് കരയിൽ പുരുഷാരത്തെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനം ദൈവജനങ്ങൾക്ക് തിക്കി തിരക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. ആ പടകിനകത്തു നിന്നാണ് ശീമോൻ പത്രോസിനെ തേടി വരുന്നത്. യഹൂദ കണക്കനുസരിച്ച് ഇപ്പൊ 19 കിലോമീറ്റർ നീളം, തെക്ക് പടിഞ്ഞാറ് കിഴക്ക്, 13 കിലോമീറ്റർ വീതി. നിങ്ങളൊന്ന് ചിന്തിക്കണം, യഥാർത്ഥത്തിലെ കടലിൽ നിന്നും 5 മീറ്റർ മാറിയാണ് ഈ കഥ നടക്കുന്ന തടാകം കിടക്കുന്നത്. ഈ തടാകത്തിൻ്റെ ഇടയിൽ കുറച്ച് മണലാണ്. പ്രധാനപ്പെട്ട കടലും ഈ പറഞ്ഞ കായൽ പോലെ കിടക്കുന്ന ഗന്നേസരത്തും തമ്മിൽ ഒരു 5 മീറ്ററിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ വെറും മണൽ, ഇത് ഒറിജിനൽ കടൽ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഇവിടെ 2 പടകിരുന്നാൽ കാണാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? എവിടെ നിന്ന് നോക്കിയാലും പകല് ഈ പടക് കാണാം. എന്നാൽ അന്നത്തെ യഹൂദ്യ കണക്കനുസരിച്ച് ഈ പറഞ്ഞ 19 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ചുറ്റും അന്ന് 4000 പടകുണ്ടായിരുന്നു. സ്വത്ര 4000 പടകുണ്ടായിരുന്ന നടുക്ക് ആ 2 വഞ്ചി തേടി കർത്താവ് വന്നു. സ്വത്ര ആ 2 വഞ്ചി വന്നതിൽ 2ലും കയറാതെ പത്രോസുള്ള പ്രത്യേക പടകിൽ യേശു കയറി. ഈ ഗോട്ട് ഓൺ ദ പർട്ടിക്കുലർ ബോട്ട് ഓഫ് സൈമൺ. അവൻ പത്രോസുള്ള പ്രത്യേക പടകിൽ കയറി. ഊരമ്പള ദേശത്ത്, നിങ്ങളുടെ ദേശത്ത് പണക്കാർ, കോടീശ്വരന്മാർ, സമ്പന്നന്മാർ ഉള്ളപ്പോൾ അവന്റെ കുടുംബത്തിൽ പോകാതെ യേശു നമ്മുടെ കുടുംബത്തിൽ വന്നു. നമ്മുടെ കുടുംബത്തിൽ വന്നു എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ ജീവിത പടകിലേക്ക് കയറി. സോദര, അപ്പൊ നമ്മൾ വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നേ. ഈ തടാകത്തിന്റെ പ്രത്യേകത, ഇതിൽ പകൽ മീന് കാണൂല. 5 മീറ്റർ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതൊരു ശുദ്ധജല തടാകമാണ്. ശുദ്ധജല തടാകത്തിന്റെ പ്രത്യേകത, എത്ര താഴ്ചയുണ്ടെങ്കിലും 1 മീറ്റർ പൊക്കമേ കാണിക്കും. അതുകൊണ്ടാണ് പൊന്മുടിക്ക് പോകുന്ന കല്ലാറിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിക്കുന്നത്. കാരണം അതൊരു ശുദ്ധജല തടാകമാണ്. നോക്കുമ്പോൾ 1 മീറ്റർ എന്ന് വിചാരിക്കൂ, ഇറങ്ങും, മുങ്ങിച്ചാവും. ശുദ്ധജല തടാകത്തിന് താഴ്ച കുറവായിരിക്കും. 2, പകൽ നോക്കിയാൽ അടിത്തട്ടി കിടക്കുന്ന ചിപ്പിത്തോട് വരെ കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ പത്രോസിൽ നോക്കുമ്പോൾ അടിഭാഗം കാണാം. അവിടെ മീൻ യഥാർത്ഥത്തിൽ ഇല്ല. പിന്നെ എപ്പോഴാണ് മീൻ വരുന്നത്? ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുണ്ടല്ലോ. രാത്രി ഭൂമി വടക്കോട്ട് ചരിയും. 23.5 ഡിഗ്രിയിലാണ് ഭൂമി നിൽക്കുന്നത്. രാത്രി ചരിയുമ്പോൾ സൂര്യന്റെ ആകർഷണം മാറി ചന്ദ്രൻ വെള്ളത്തെ വലിച്ചു പൊക്കും. ഇതിനെ വേലിയേറ്റമെന്ന് പറയും. ഊരമ്പളക്കാർ പൊഴി കയറി എന്ന് പറയും. ഈ പൊഴി കയറുമ്പോൾ ഈ കടലിലെ മീനും കൂടെ പതുക്കെ പതുക്കെ ഈ തടാകത്തിൽ വരും. കാരണം അടിത്തട്ടിൽ മീനുകൾ ചൂടുകൊണ്ട് പകൽ താഴെയായിരിക്കും. അതുകൊണ്ടാണ് മീൻ പിടിക്കാൻ പോകുന്നവർ വൈകുന്നേരം മീൻ പിടിക്കാൻ പോകുന്നത്. സന്ധ്യയ്ക്ക് ആ മീനുകൾ പൊങ്ങി വരും. സ്വത്ര. അപ്പോൾ അങ്ങനെയുള്ള മീനുകൾ ഒഴുകി ഈ രാത്രി ഈ കടൽജലം ഒഴുകി ഈ കരമൊത്തം വെള്ളത്തിനകത്താകും. അപ്പോൾ രാത്രി ഈ കടലും ഈ തടാകവും ഒന്നായി മാറ്. രാത്രി നിറച്ച് ഇതിനകത്ത് മീനായിരിക്കും. മനസ്സിലായവർക്കായി സ്വത്ര. പ്രഭാതത്തിൽ ഈ ഭൂമി പഴയതുപോലെ നിവരുമ്പോൾ സൂര്യൻ ആകർഷിക്കും. അപ്പോൾ ചന്ദ്രൻ മാറും, കടൽ ജലം ഇറങ്ങും. അതാണ് വേലിയിറക്കം അഥവാ പൊഴിയിറങ്ങിയത്. രാവിലെ വെള്ളം ഇറങ്ങുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന അവസാനത്തെ മീനും
തിരിച്ച് തിരമാലയോടുകൂടി കടലിനകത്ത് വരുമ്പോൾ വെളുപ്പിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഇതിനകത്തൊരു മീന് പോലും കാണില്ല. ഉണ്ടെങ്കിൽ അടിത്തട്ടി കാണാൻ പറ്റും. അതുകൊണ്ടാണ് വീശാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, രാത്രിയാണ് മീനുള്ളത്, അതെല്ലാം തിരിച്ചിറങ്ങി. പകൽ ഇതിനകത്ത് മീനില്ല. ഞാൻ വല വീശിയാൽ 4000 പടകളുള്ള 8000 പേർ എനിക്ക് വട്ടെന്ന് പറയോ, എന്നാലും കുഴപ്പമില്ല. നിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വല ഒരിക്കൽ കൂടെ ഒന്നടിച്ചിറക്ക. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞിന് വേണ്ടി, നിന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒന്ന് വലിച്ചിറക്ക. യേശുക്രിസ്തു ആ പടകിലേക്ക് വരെയാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവിടെ തന്നെ വന്നത്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം വായിച്ചാൽ 35 തൊട്ട് 42 വരെ ഈ പുള്ളിക്കാരൻ പത്രോസ് അവിടെ മീൻ പിടിച്ച് തളർന്നിരുന്നൊരു ദിവസം, ഈ സംഭവത്തിന് 6 മാസത്തിന് മുമ്പേ യേശു ഇവനെ കണ്ടു. ഇവനെ കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു, അന്ത്രയോസ് പറഞ്ഞു, ദാ എൻ്റെ സഹോദരൻ പത്രോസ്. യേശുക്രിസ്തു പറഞ്ഞു 42-ാമത്തെ വാക്യം, ആമേ, അവനെ നോക്കി, ബെർയോമേ ശീമോനെ, നീ യോഹന്നാന്റെ മകനാകുന്നു, നിന്റെ പേര് കേഫ എന്നാകും. അതിന്റെ അർത്ഥമോ പത്രോസ് എന്നാകും. ഉറച്ചു വായിച്ചാട്ടെ. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. കേഫ എന്ന അരാമ്യ ഭാഷ ഗ്രീക്കിൽ പെട്ര. പെട്ര ശരിക്കു പറഞ്ഞാൽ പെറ്റ് റോസ്. പെറ്റെന്നാൽ ഉറച്ചത്, റോസ് എന്നാൽ കല്ല്. പെറ്റ് റോസ് എന്ന ഉറച്ച കല്ല് ഗ്രീക്ക് വഴി ഇംഗ്ലീഷിലോട്ട് വന്നപ്പോൾ പീറ്ററായി മാറി. മലയാളത്തിൽ പത്രോസും, തമിഴിൽ പേതിരുവും, കർണാടകത്തിൽ പോത്രുവും, തെലുങ്കിലും പോതുവായി. സൈമൻ എന്ന എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന ആ ആറ്റിന്റെ കരയിൽ നിൽക്കുന്ന കൈതയെ മാറ്റി ഉറച്ച പാറയാക്കി മാറ്റിയ ഒരു പാറ ഇതിനകത്തുണ്ട്. എൻ്റെ യേശു എന്തിനെവൻ്റെ അടുത്ത് വന്നു? എന്തിനെൻ്റെ ജീവിതത്തിൽ വന്നു? പ്രിയമുള്ള ജീൻജിയോ പാസ്റ്റർ എൻ്റെ ക്ലാസ്മേറ്റാണ്. 1 മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഞാൻ ഒന്ന് എണീറ്റ്. ഇതാണ് എൻ്റെ ക്ലാസ്മേറ്റ് ജീൻജിയോ പാസ്റ്റർ. ഇരുന്നാട്ടെ. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അപ്പൻ അതിഭയങ്കരമായ മദ്യപാനിയാണ്. എൻ്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞ് അപ്പൻ രാവിലെയൊക്കെ പോകുമ്പോൾ തോറ്റു പട്ടാളക്കാർ പോകും പോലെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു പോകും. പക്ഷേ രാത്രി റോഡ് അളന്നളന്നാണ് വരുന്നത്. ഓണത്തിനും ക്രിസ്മസിനും എടുത്തുകൊണ്ട് വരും സമയമാമറ്റത്. അങ്ങനെ എൻ്റെ അപ്പൻ വീട്ടിലേക്ക് വരുമ്പോൾ 2.25 സെൻറ്റ് വസ്തുവിൻ്റെ മുമ്പുള്ള കിണർ കണ്ടപ്പോൾ അതിൻ്റെ താഴം കൂടെ അളക്കാൻ ആഗ്രഹിച്ചു. കൈ സിൽപ്പായി കിണറ്റി വീണ് എൻ്റെ അപ്പൻ മരിച്ചു. 35 വയസ്സുള്ള അമ്മ വിധവയായി മാറി. 18 വയസ്സുള്ള ചേട്ടൻ നാട് വിട്ടു. 11 വയസ്സുള്ള ഞാൻ ജീവിത പ്രാരാബ്ധം ഏറ്റെടുത്തു. എൻ്റെ അനുജൻ തൊട്ടിൽ കിടന്നുറങ്ങുന്നു. 3 വയസ്സ്. അങ്ങിങ്ങാത്ത ഡ്രസ്സ് തെളിവായി എൻ്റെ ഫ്രണ്ടുണ്ട്, കേൾക്കാതെ പാസ്റ്ററാണ്. അന്ന് എൻ്റെ ക്ലാസ്മേറ്റ്. ആരോ തന്ന ഒരു പാൻറ്റിനെ വെട്ടിമുറിച്ച് ബെർമുടയാക്കി, കുനിഞ്ഞാലും ഇരുന്നാലും നേരെ നിൽക്കാൻ പറ്റാത്ത ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബെർമുടയും ഇല്ലായ്മയുടെ കാലവും സങ്കടങ്ങളും. എങ്കിലും ഹൈന്ദവ പാരമ്പര്യത്തിൽ ജനിച്ച അഹങ്കാരത്തിനേക്ക് അല്പം പോലും കുറവില്ലായിരുന്നു. ക്രിസ്ത്യാനികളെ കാണുമ്പോഴേ രക്തം തിളയ്ക്കുന്ന ഇല്ലായ്മയുടെ കാലം. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് ഞാൻ ധനുശ്വരം പ്രീ ഡിഗ്രി എത്തുന്നു. അന്ന് ഞാൻ വളരെ ദരിദ്രനായതുകൊണ്ട് പഠിക്കുന്ന കാലത്തൊരു ആഗ്രഹം, എന്നെങ്കിലും സമ്പന്നനായി മരിക്കണം. അതുകൊണ്ട് കോളേജിൽ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കമ്പനി അടിച്ചു. ഏറ്റവും നല്ല ഫ്രണ്ടാക്കി മാറ്റി. നിങ്ങളിന്ന് ബെസ്റ്റി എന്നോ ചങ്കെന്നോ ചങ്ക് ബ്രോ എന്നോ പറയും പോലെ എനിക്കും ഒരു ഹാർട്ടിൻ്റെ ടോർച്ചിൻ്റെ ലൈറ്റിൻ്റെ ബൾബിൻ്റെ സ്വിച്ച് ഉണ്ടായിരുന്നു. ലതിക നായർ എന്ന കാർഷിക കോളേജിനടുത്തുള്ള കോടീശ്വരൻ്റെ മകൾ, ഒറ്റ മകൾ, രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ. 1 വർഷത്തെ സൗഹൃദം വലുതായി. 2ാം വർഷം പരീക്ഷ അവസാനിക്കുമ്പോൾ മീശയും താടിയും 4-5 ഇവിടെയും അവിടെയും രുദ്രാക്ഷ വേലസവും കെട്ടി നടക്കുന്ന ഞാൻ, ആ കാലത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞു, ഇനി നമുക്ക് ജീവിതത്തിന് ഒരുപാട് ദിവസങ്ങളില്ല, ഞാൻ പറയും പോലെ നീ കേൾക്കണം. ഞാൻ പറഞ്ഞ ആ ഒരു വാക്ക് കേൾക്കാനല്ലേ ഞാൻ കാത്തിരിക്കുന്നു. ധനുശ്വരം കോളേജ് ട്രാൻസ്ഫോമർ അറിയാം. അതിനടുത്ത് പരീക്ഷ തീരുന്നടുത്ത് ലതിക നായർ ഉച്ചയ്ക്കെത്തി. ഒരു പൊതി നിവർത്തിത്തെന്ന് പറഞ്ഞ്, വിജയ നിന്റെ പ്രശ്നമൊക്കെ മാറും, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഒരു പൊതി തന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള ആപ്ലിക്കേഷനും അപ്പൻ്റെ റെക്കമെൻഡേഷനിൽ എൻ്റെ സമ്പന്നനാക്കാവുന്ന എന്തെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പ്രതീക്ഷയോടെ ഞാൻ ഈ പൊതി വലിച്ച് നിവർത്തി. PV ആശാരി അപ്പൂപ്പൻ പറഞ്ഞ പോലെ
എൻ്റെ അകവാള് കത്തി. പൊതി നിവർത്തി നോക്കിയപ്പോൾ കണ്ടത് ആ പൊതിക്കകത്തൊരു സത്യവേദ പുസ്തകമായിരുന്നു. സ്വോത്ര, ഇതിൽ പറയുന്നത് ചെയ്യാനാണ് നായർകുട്ടി പറയുന്നത്. ഞാൻ കേട്ട്, നീ ക്രിസ്ത്യാനിയോ? അവൾ പറഞ്ഞു, അതെ, 2 വർഷമായിട്ട് ഞാൻ ക്രിസ്ത്യാനി. ചാടി എണീറ്റ് ഞാൻ, നീ എങ്ങനെ ക്രിസ്ത്യാനിയായി? അവൾ പറഞ്ഞു, ട്യൂഷൻ പഠിപ്പിക്കുന്ന 10ാം ക്ലാസ്സിലെ ബന്ധക്കോ ടീച്ചർ എൻ്റെ അസ്ഥി ഉരുകുന്ന രോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് സത്യവേദ പുസ്തകം തന്നിട്ട് പറഞ്ഞു, ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 6 മാസത്തിനകത്ത് എൻ്റെ അസ്ഥി ഉരുകുന്ന രോഗത്തെ മാറ്റാനിടയായി. സാക്ഷാൽ യേശുക്രിസ്തു നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അങ്ങനെ ലതിക വിശ്വാസിയായി മാറി. ഭാവി ജീവിതത്തിൽ പങ്കാളിയാകാനുള്ള എന്നെയും ആ ക്രിസ്തീയ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ആ ബൈബിൾ കയ്യിൽ വാങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് പഠനാവശ്യമായി പൂവാറെന്ന സ്ഥലത്ത് പൊഴിക്കര എത്തുമ്പോൾ വള്ളത്തിൽ ചാരിയിരിക്കുന്ന എന്നെ നോക്കി ഒരു മുണ്ടുടുത്ത പാസ്റ്റർ എന്ന് പറഞ്ഞു, നിങ്ങളുടെ പേര് വിജയനല്ലേ? ഞാൻ പറഞ്ഞു, അതെ. നിങ്ങൾ ആശാരിയല്ലേ? ഞാൻ പറഞ്ഞു, അതെ. നിങ്ങൾ വിശ്വകർമ്മയല്ലേ? ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു സുവിശേഷ പ്രവർത്തകനായി മാറൂ. സ്വോത്ര, ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് അപ്പൻ്റെ പ്രായമുണ്ട് പോകാൻ. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അയാളുടെ മുണ്ട് വലിച്ചു കീറി. അയാൾ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയല്ല, ലോകരാഷ്ട്രങ്ങളിൽ ദൈവത്തിൻ്റെ വചനമായി പോകാനിടയാകുക. മുണ്ട് കീറി, ഷർട്ട് കീറി, ബൈബിൾ കീറി, കുറച്ച് അയാളുടെ വായിലും കുറച്ച് പോക്കറ്റിലുമായി വയ്ക്കുമ്പോൾ അയാൾ പറഞ്ഞു, ദർശനത്തിനൊരവധിയുണ്ട്, അത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു. ഊരമ്പളയിൽ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്നെ കുറിച്ച് പറഞ്ഞത്, നിന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞത്, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞത്, നിന്റെ വേലയെ കുറിച്ച് പറഞ്ഞത്, ദർശനത്തിനൊരവധിയുണ്ട്. അങ്ങനെ അന്നത്തെ ഇതുള്ളത് കൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞത് ഞാൻ മിണ്ടാതെ കേട്ട് ബൈബിള് വെച്ചോടുന്നു. ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ അന്നേ അംഗീകരിച്ചേ. പക്ഷെ കൂട്ടുകാർ വന്ന് വലഞ്ഞു, എന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഇവിടെ എനിക്ക് കുടിക്കാൻ തേയിലയാണ് ശമൂൽ പാസ്റ്റർ ഭാര്യ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എത്രയോ സമയം സ്റ്റൗവിലിരുന്ന് ചൂട് കൊടുത്ത് അതിനുശേഷമായിരിക്കും വെള്ളം തിളച്ചത്. ഈ വെള്ളം തിളയ്ക്കാൻ കുറേ നേരം ചൂട് വേണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ രക്തം തിളയ്ക്കാൻ ഒരുത്തൻ്റെ വാക്കു മതി. സ്വോത്ര, എൻ്റെ രക്തം തിളച്ചു. എൻ്റെ കൂട്ടുകാരൻ ഉല്ലാസം എന്നറിയപ്പെടുന്ന ആൾ എൻ്റെ നേട്ടേക്ക് കൈ ലൈറ്റർ നീട്ടിത്തന്നു. അഹങ്കാരിയായ ഞാൻ ഈ ബൈബിൾ തൂക്കിപ്പിടിച്ചു. ഇന്നെന്നെ നിങ്ങൾ കാണുന്ന മെലിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നോക്കണ്ട, ഞാൻ അതിഭയങ്കരമായ കുഴപ്പക്കാരനായിരുന്നു. സ്വോത്ര, ആ സമയത്ത് ഈ ബൈബിൾ കാറ്റിലാടുന്നു. നൂലിൽ പിടിച്ച ബൈബിൾ പിടിക്കുമ്പോൾ ലൈറ്റർ കൊണ്ട് ഞാൻ ഈ ബൈബിളിൻ്റെ അടിഭാഗം കത്തിച്ചു. കത്തി അമരുന്ന ബൈബിൾ നോക്കി ലതിക വിളിച്ചു, വിജയ ഓർമ്മിച്ചു വച്ചോ, ഇത് ജീവന്റെ വചനമാണ്. നീ കത്തിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ നീ ഇത് ചുമക്കുന്ന ഒരു കാലം വരും. അവൾ അന്ന് പറഞ്ഞ ഞാൻ 1 ചുമക്കുമെന്നാണ്. ഇന്ന് ഞാൻ 3 എണ്ണമാണ് ചുമക്കണം. മലയാളം പ്രസംഗിക്കാൻ മലയാളം, തമിഴ് പ്രസംഗിക്കാൻ തമിഴ്, ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ ഇംഗ്ലീഷ്. യെശയ്യാ 65:1, എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി. എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. അന്ന് എന്നെ പ്രേരിപ്പിച്ചവർ ഓരോ സഭയുടെ പാസ്റ്റർമാരോ സെക്രട്ടറിമാരോ പ്രധാനപ്പെട്ട വിശ്വാസികളായിരിക്കുമ്പോൾ അന്ന് ലൈറ്റർ തന്ന ബ്രദർ ഉല്ലാസ്, ഇന്നത്തെ അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രാസംഗികർ ബ്രദർ ഉല്ലാസയായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. നിന്റെ വീട്ടിൽ വന്നെങ്കിൽ, നിന്റെ പടകിൽ വന്നെങ്കിൽ, നിന്റെ ആലയത്തിൽ വന്നെങ്കിൽ നിന്നെ ഉയർത്തുവാൻ എൻ്റെ യേശുവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകൂ. ആമേ, വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി തരും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനോ പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കൂ. തന്റെ വചനോ പോലെ ഞാൻ ചെയ്യോ, തന്റെ വഴി
അപ്പൊ അന്ന് പത്രോസിനെ പേര് ചൊല്ലി വിളിച്ച കർത്താവ് അവനെ ഓർമ്മയിൽ വച്ചിരുന്നു. നിങ്ങളെ എന്നെയും ഓർക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. യേശുക്രിസ്തു കവർന്നഭൂമിലെത്തി. ബെത്സയിദയ്ക്ക് തിബിരിയാസ് കടലെത്തുകയാണ്. യേശു ചുറ്റും നോക്കുകയാണ്. ഇത്രയും ജനക്കൂട്ടത്തിനിടയിൽ കർത്താവ് കണ്ടത് മീൻപിടിക്കാർ പടകിൽ നിറങ്ങി വല കഴുകുകയായിരുന്നു. ഇന്നലെ മീൻ പിടിച്ചപ്പോൾ കിട്ടിയോ ഇല്ലേ എന്നുള്ള വിഷയമല്ല. ഇന്ന് നിനക്ക് മീൻ കിട്ടണോ, വല നീ കഴുകിയേ മതിയാകൂ. ഇന്നലെ രാത്രി വീശിയപ്പോൾ ഇതിനകത്ത് ചത്തുപോയ പ്രേതത്തിൻ്റെ അല്ലെങ്കിൽ കാക്കകളുടെ ശരീരം, മരിച്ചവൻ്റെ ചെരുപ്പ്, തുണിയൊക്കെ പറ്റിച്ചേർന്ന് കാണും. ഇതിനെ ഒന്ന് കഴുകണമെങ്കിൽ വിശാലമായിട്ടെറിയണം. വിശാലമായിട്ടെറിഞ്ഞ് 4 കെട്ടുകളുണ്ട്. ഒന്നാമത്തെ കെട്ടാണ് പ്രാർത്ഥന, രണ്ടാമത്തെ കെട്ടാണ് അർപ്പണം, മൂന്നാമത്തെ കെട്ടാണ് സമർപ്പണം, നാലാമത്തെ കെട്ടാണ് വിശ്വാസം. ആ 4 കെട്ടുകളും ശരിയാകണം. 1 ദൈവത്തോടുള്ള ബന്ധം ശരിയാകണം, 2 സഭയിലെ ബന്ധം ശരിയാകണം, 3 സമൂഹത്തിലെ ബന്ധം ശരിയാകണം, 4 കുടുംബത്തിനകത്തെ ബന്ധം ശരിയാകണം. പ്രൈസ് ദി ലോർഡ്. അധികമായി ഞാൻ പറയാൻ പോകുന്നില്ല, സമയക്കുറവ് കാരണം. അപ്പൊ കെട്ടുകൾ 4 ചേർത്തു. യേശുക്രിസ്തു മറിയെ വിളിച്ചു സ്ത്രീയെ. ലേഡി എന്നാണ് ഇംഗ്ലീഷ്. LADY. L means loyalty, A means accuracy, D means decency, Y means yielding. ലേഡി എന്ന് പറയുന്ന ഗ്രീക്ക് ഗുനയി എന്നാണ്. ഗുനയി എന്ന വാക്കിൽ നിന്നാണ് ഗൈനക്കോളജി ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ലേഡി ലോയൽറ്റി ടു ഗോഡ്, ദൈവത്തോട് നന്ദിയുള്ളവളായിരുന്നു. അക്യുറസി ഇൻ പ്രേ, പ്രാർത്ഥനയിൽ കൃത്യതയുള്ളവളായിരുന്നു. ഡീസൻസി ഇൻ മാനേഴ്സ്, പെരുമാറ്റത്തിൽ മര്യാദയുള്ളവളായിരുന്നു. yielding everything God before God for the sake of the family. കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി സകലവും ക്ഷണിച്ചു വരുത്തി സ്വയം ജീവിച്ചവൾ. അവൾ പറഞ്ഞു, എല്ലാ നിന്റെ ഹിതം പോലെ നടക്കട്ടെ. 16 വയസ്സിൽ 1,76,000 സ്ത്രീകൾ ബത്ലഹേമിൽ ഉള്ളപ്പോൾ 700 വർഷങ്ങൾക്ക് യെശയ്യാവ് പറഞ്ഞു, ആമേ ഒരു രാജാവ് ജനിക്കുമെന്ന്. അന്ന് തൊട്ട് പെണ്ണുങ്ങൾ വയറൊഴിച്ചിട്ട് കാത്തിരിക്കുകയാണ്. ഭർത്താവിൻ്റെ കൂടെ ഉള്ളപ്പോഴും വിശുദ്ധി കാത്തു. ആ പ്രജ എൻ്റെ കുടുംബത്തിൽ വന്ന് ജനിക്കാൻ. അവിടെ ഒന്നും ജനിക്കാതെ 16 വയസ്സുള്ള മറിയുടെ വീട്ടിനകത്ത് 30 വയസ്സിൽ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ജോസഫിൻ്റെ പ്രതിസുത വധു 1.25 സെന്റ് വസ്തുവിൻ്റെ ആമെ ഒട്ടക ചാണകം മെഴുകിയ തറയ്ക്കകത്ത് 3 കല്ല് അടുപ്പില് ആമെ കഞ്ഞി ഉണ്ടാക്കുന്നവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഊരമ്പളയിൽ വലിയ മാളികയുള്ളവർക്ക് വന്ദനമെന്നല്ല, കൃപ ലഭിച്ചവർക്ക് വന്ദനം. കാഞ്ഞിരംകുളത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ 4 നില വീട്. വീട്ടുകാരൻ്റെ അവിടെ ചെന്നപ്പോൾ പുള്ളി തറയിൽ കിടന്നുറങ്ങുക. നമ്മൾ വിടുവോ, ബന്ധക്കോസല്ലേ? ഞാൻ ചോദിച്ചു, എന്തുറങ്ങണത്? പറഞ്ഞു, റോളൻസ് ഹോസ്പിറ്റൽ പറഞ്ഞു കണ്ണി പോയി, ഡിസ്ക് പോയി നട്ടെല്ലിന്ന്, അതുകൊണ്ട് ചേരണമെങ്കിൽ തറയിൽ കിടക്കാൻ. എത്ര നില വീട്? 4 നില. എവിടെ കിടക്കണത്? തറയിൽ. പ്രിയമുള്ള സത്യദാസ് പാസ്റ്റർ എൻ്റെ ആത്മീക ഗുരുനാഥനായി വരുന്ന സമയത്ത് പൂവാർ കൊടിതൂക്കിയിൽ ഒരു വീട്ടിൽ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാനും കറങ്ങി ചെന്ന് വിടുന്നു. അവിടെ ചെല്ലുമ്പോൾ കോടീശ്വരൻ കയറി ചെല്ലുമ്പോൾ വലത് സൈഡിൽ ഏകദേശം 2.5 ഏക്കറിന്ന് വയൽ അറുത്ത നെല്ലുണ്ട്, ഇട സൈഡ് 2000 തേങ്ങയുണ്ട്. ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ നട്ടുച്ചയ്ക്ക് വീട്ടിലുള്ള ആള് ഒരു ഗോതമ്പ് പുട്ട് എടുത്തു വച്ച് മേശയിൽ കയറി നിന്ന് പൊടിക്കുന്നു. കാരണം ഗോതമ്പ് തലവശത്തായിരിക്കും, അതാണ് കയറി നിന്ന് പൊടിച്ചത്. ഞാൻ ചോദിച്ചു, സാർ ഉച്ചയ്ക്ക് എന്തിന് സാർ ഇത്രയും നെല്ല് കിടക്കുമ്പോൾ ചോറ് തിന്നാതെ നിങ്ങൾ ഗോതമ്പ് തിന്നുന്നു? അദ്ദേഹം പറഞ്ഞു, അറിഞ്ഞില്ലേ? ഇല്ല, എനിക്ക് ഷുഗർ ആയതുകൊണ്ട് അരി കഴിച്ചൂടാ, അതാണ് നെല്ലെടുക്കാത്തത്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് വെറും പുട്ട് തിന്നാതെ അല്പം കറി ഉണ്ടാക്കി കഴിക്കൂ. അപ്പോഴാണ് അറിഞ്ഞില്ല, ഇല്ല, എനിക്ക് കൊളസ്ട്രോൾ ആയതുകൊണ്ട് കടുവും വറുത്തൂടാ. എൻ്റെ മുഖത്ത് നോക്ക്, പണമുണ്ടെങ്കിൽ നിനക്ക് 10 നില വീട് വയ്ക്കാം, കിടന്നുറങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. കൃപ ഇഷ്ടം പോലെ നിനക്ക് നെല്ല് വലിച്ചു കൂട്ടാ. ഇവനെ രക്ഷ ചെയ്യാൻ തരുന്ന ദ്രഹ്മ സ്വന്തം കുടുംബത്തിന് ഉപയോഗിക്കാം. പക്ഷേ അരിയകത്തിറക്കണമെങ്കിൽ അപ്പൻ്റെ കൃപ വേണം. ആമ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടാക്ക, കടുവറുത്ത് കണ്ടത്തിനകത്ത് ഇറക്കണമെങ്കിൽ കർത്താവിൻ്റെ കൃപ വേണം. ഇരിക്കുന്ന മക്കൾക്ക് സൗന്ദര്യമുള്ള പെൺപിള്ളരെ ഭാര്യയായി കിട്ടും, പക്ഷെ അവരുമായൊരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ വേണം. പള്ളിക്ക് കാണിക്ക കൊടുത്തില്ലെങ്കിലും കാറ് വാങ്ങാം,
ബൈക്ക് വാങ്ങാം. എടുത്തെടുത്തുനിന്ന് ഇടി നടക്കാതെ തിരിച്ചുകൊണ്ട് അതേ സ്ഥലത്ത് വയ്ക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കൃപ വേണം. കൃപ ലഭിച്ചവരെ നിങ്ങൾക്ക് വന്ദനം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാനറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവേ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവേ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞിട്ട് ഈ ഫോട്ടോ എടുത്ത് അമേരിക്കയിലേക്ക് ഞങ്ങൾക്ക് പണം ഉണ്ടാക്കാനല്ല. നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന് ഇളകും. നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് എന്നോട് പറയാൻ പറയും. ഞാൻ കാണാതെ പഠിച്ചൊന്നും കൊണ്ടുവന്നില്ല, കർത്താവ് വല്ലതും തന്നാലേ ഉള്ളൂ. സ്തോത്ര. ആ ഭാഗത്ത് വെളുപ്പിലെ 6 തൊട്ട് കർത്താവുണ്ട്. അപ്പൊ വെളുപ്പിലെ 6 വരെ അവിടെ മീനുള്ളൂ. പക്ഷെ പത്രോസിന്റെ പടകിലേക്ക് യേശു വരുമ്പോൾ 8 മണിയാണ്. 8 മണി തൊട്ട് 9 മണി വരെ ഉപദേശിച്ച് തീർന്നിട്ടാണ് ആഴത്തിലോട്ട് വല വീശാൻ പറയുന്നത്. അപ്പോൾ മണി 9:15. അടിത്തട്ടിൽ ഒന്നുമില്ലെന്നറിയാം. 4000 വെള്ളത്തിൽ നിന്ന് 8000 പേർ പോകുന്നു. ഇവന് വട്ടെന്ന് പറയും. പത്രോസ് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, നിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വല അടിച്ചിറക്കാം. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ചുറ്റും യേശു ഉണ്ട് 6 മണി തൊട്ട്. പക്ഷെ യേശു അവൻ്റെ പടകിൽ വന്നില്ല. എപ്പോഴാണ് വന്നത്? അവൻ എപ്പോൾ കഴുകി എന്ന് കർത്താവിന് മനസ്സിലായോ, അപ്പോൾ ആ പടകിലേക്ക് കയറി. ഇന്ന് നീ കഴുകാൻ തയ്യാറുണ്ടോ? നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം തയ്യാർ. ഇന്ന് നീ കഴുകാൻ തയ്യാറുണ്ടോ? നീ ഏത് ജാതിയോ മതമോ വർഗമോ വിഷയമല്ല, യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? യേശു അവന്റെ പടകിൽ കയറി. പുള്ളിക്കാരൻ പെട്ടെന്ന് പോകാൻ വന്നതാണ്. ലേറ്റാവും തോറും ഭാര്യ വേഗം ഒരുപാട് മീനായിരിക്കും. ഉപദേശം ഇവൻ ആവശ്യമുള്ള എന്തെങ്കിലും പറഞ്ഞു കാണും. യേശു പറഞ്ഞു, കഴുകിയെല്ലാം കഴിഞ്ഞല്ലോ. ഈ കഴുകിയിൽ തീർന്നില്ല. 4 കെട്ട് കെട്ടിയിട്ട് അവസാനം അടുത്ത് ചെയ്യേണ്ടത് ഈ പടകിന്, ഈ വലയെ ചവറ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇന്നലെ കയറി ചവറ് കാണില്ല. ചിലപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കൂട്ടുകെട്ട് ഇപ്പോഴും ചവറാറ്റ് കിടക്കായിരിക്കും. 9ൽ പഠിച്ച ചിഞ്ചു ഇപ്പോഴും പോയി കാണൂല. 10ൽ പഠിച്ച സുരേഷ് ഇപ്പോഴും പോയി കാണൂല. ഭയങ്കരമൊക്കെ ആത്മീയമായിട്ട് ഹല്ലേലൂയ ഒരിക്കൽ കൂടെ എന്നൊക്കെ പറയുമായിരിക്കും. എങ്കിലും കിടക്കുകയായിരിക്കും എന്തോ ഒന്ന്. ഇന്ന് രാത്രി ആ ചവറ് കൂടെ നീ എടുത്ത് കളയണം. സ്വത്ര. ആ ചവറ് കൂടെ എടുത്ത് കളഞ്ഞിട്ട് ഈ വള്ളത്തെ, ഈ വലയെ നീ ഒന്ന് വെള്ളത്തിൽ മുക്കി കഴുകണം. സ്വത്ര. ഒരുപാട് വർഷമായ ആളുകളുണ്ട്. ഒന്ന് മുക്കാൻ പറയുമ്പം, ഒന്ന് ഇറക്കാൻ പറയുമ്പം അറിയാം അവർ 5 അടി പുറകോട്ട് പോകും. അതുകൊണ്ടൊന്ന് മുക്കണം, ഒന്ന് നനയണം. എന്നിട്ട് നീ പുറത്തൊന്നെടുക്ക്. വിളിക്കണ്ട, എൻ്റെ യേശു വലിയ വന്ന് കയറും. സ്വത്ര. യേശു അവൻ്റെ പടകിൽ കയറി. ഉപദേശിന്ന് പുള്ളിക്കാരൻ്റെ അങ്കലാപ്പ് ഭാര്യ കാത്തിരിക്കുകയായിരുന്നു. യേശു പറഞ്ഞു, ഉപദേശിന്ന് പറഞ്ഞേ ആഴത്തിലോട്ട് നീക്കി. യേശുവിൻ്റെ വയസ്സ് എത്രയെന്നറിയാം? 30. ഇരിക്കുന്ന പത്രോസിൻ്റെ വയസ്സ് എത്രയെന്നറിയാം? 60. അപ്പൻ്റെ പ്രായമുണ്ട്. മാത്രമല്ല ആശാരിയാർ ജനിച്ചു വളർന്ന ആൾ കട്ടളയ്ക്ക് തടി കൊടുത്താൽ കട്ടിലിൻ്റെ കാലാക്കണ ആശാരി. യഹൂദനായി ജനിച്ച് യഹൂദനായി വളർന്ന് മീൻപിടുത്തം തൊഴിലാക്കിയ ഈ പത്രോസ് തൻ്റെ ഭാര്യയുടെ അമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണ്. താൻ യഹൂദനാണ് എന്ന് ഗലാത്യർ ലേഖനത്തിലുണ്ട്. പത്രോസിനോട് പൗലോസ് ഒരിക്കൽ പറയും, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല നടക്കുന്നെങ്കിൽ ജാതികളെ എന്തിന് യഹൂദ മര്യാദ പഠിപ്പിക്കുന്നു? ഗലാത്യർ 4:5 വാക്യം, അല്ല 2:14. ഗലാത്യർ 2:14. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ കേഫാവ് എന്നുള്ള കർത്താവ് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞല്ലോ, നീ യഹൂദൻ. ഇനി പത്രോസിന് ഭാര്യയുണ്ട്, പത്രോസ് 2 മക്കളുണ്ട്.
ഒരു മകളും 13 വയസ്സായ മകളും 11 വയസ്സായ മകനുമാണ്. പത്രോസിന് ഭാര്യയുണ്ടെന്ന് ബൈബിളിലുണ്ട്. 1 കൊരിന്ത്യർ 9:5 കേട്ടാട്ടെ. 1 കൊരിന്ത്യർ 9:5. ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പത്രോസാണ്. പത്രോസും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്കും അവകാശമില്ലയോ? അപ്പൊ പുള്ളിക്ക് ആരുണ്ട്? ഭാര്യയുണ്ട്. ഭാര്യയുടെ അമ്മ, വൈഫ്സ് മദറാണ് അമ്മായിയമ്മ. മലയാളത്തിൽ അമ്മായിയമ്മ, അത് ഭാര്യയുടെ അമ്മയാണ്. അവിടെ 2 മക്കളുണ്ട്. അപ്പൊ തലേ ദിവസം പുള്ളി വലയൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോ ഭാര്യ വിളിച്ചാണ്, ചേട്ടാ അല്ലെ എന്നെ നോക്കി എന്ത് പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. പുള്ളിക്കാരെ നോക്കി പറഞ്ഞു, നമ്മളെ വീട് ചോരണുണ്ട്, നാളെ വരട്ടെന്ന് പറഞ്ഞു കാണും. പിള്ളേരെ ഫീസ് നാളെയാവട്ടെന്ന് പറഞ്ഞു പോയവൻ്റെ ഓട്ട വള്ളത്തിലെ പൊട്ട വലയിൽ ഒരു മീനും കയറിയില്ല. നിരാശയ്ക്ക് ഭംഗം വന്നവൻ്റെ ജീവിത പടകിലേക്ക് എൻ്റെ യേശു കയറി വന്നു. ഹല്ലേലൂയാ. ആഴത്തിലോട്ട് നീക്കി വല വീശടാ. പത്രോസ് മിണ്ടിയില്ല. ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നവരോട് കേൾക്കുന്നവരോട് പറയുന്നു, അനുഗ്രഹം വേണോ? അനുസരണം കൂടിയേ തീരൂ. സക്കായി ഇറങ്ങി വാ. ഇറങ്ങി വന്നപ്പോൾ രക്ഷ വന്നു. പന്തിയായി ഇരുത്തിയപ്പോൾ ഭക്ഷണം വിളമ്പി. കരയിൽ അല്പം നീക്കാൻ പറഞ്ഞു, നീക്കി. ഇന്ന് രാത്രി അനുഗ്രഹം വേണോ? സ്വർഗത്തിലെ ദൈവത്തിനെ അനുസരിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു പ്രതികൂലത്തിന് നടുവിലും നിങ്ങളെ വിടുവിക്കാൻ ദൈവം മതിയായത്. 1997 നവംബർ 13 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ വിവാഹിതനാവുകയാണ്. ഹിന്ദുക്കൾ പൊരുത്തം നോക്കും. 11 പൊരുത്തമുണ്ടാകും. അതിൽ 6 പൊരുത്തം ഉണ്ടെങ്കിൽ കെട്ടാം. 11-ൽ 11 പൊരുത്തത്താൽ ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞപ്പോൾ 2.25 സെന്റ് വസ്തുവിൻ്റെ ഓല വീടെന്ന് പറഞ്ഞല്ലോ. രാത്രി ഉറക്കത്തിൽ 2.25 മണിക്ക് 14 ദിവസം കഴിഞ്ഞപ്പോൾ നവംബർ 27 എൻ്റെ ഭാര്യയെ നോക്കിയപ്പോൾ അവിടെ ഒന്നും ഭാര്യയില്ല. സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ട് വിളക്കൊക്കെ വളരെ കുറവാണ്. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കി. പക്ഷേ ഈ പൊക്കം കുറയും തോറും ബുദ്ധി കൂടുമെന്നാണ്. പൊക്കം കുറയും തോറും ഞാൻ പൊക്കം കുറഞ്ഞാണ്. എൻ്റെ പാസ്റ്റർ നോക്കണം എന്തുമാത്രം പൊക്കം. ഞാനും അദ്ദേഹം നിന്നാൽ ഗോലിയാത്ത നാവി എന്ന പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ടാണ് പണ്ടൊരു തമിഴിൽ ചൊല്ലുകൊണ്ട്, നെടിയവനെ നമ്പിയാലും കുറിയവനെ നമ്പരുത്, കള്ളനെ നമ്പിയാലും കുള്ളനെ, പൊക്കമുള്ളവനെ വിശ്വസിച്ചാലും പൊക്കം കുറഞ്ഞവനെ എന്നെയും സത്യദാസ് പാസ്റ്ററൊക്കെ വിശ്വസിക്കണം. ഞങ്ങൾ ദൈവകൃപയിൽ നിൽക്കുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പം അവിടെ കിടന്ന് ഞാൻ കറങ്ങി നോക്കിയിട്ട് കട്ടിലിൽ ആളില്ല. പല ഒരു ശബ്ദം മാത്രം കേൾക്കുന്നു. ഞാൻ വെച്ച് രാത്രി എൻ്റെ ഭാര്യ പാമ്പായി മാറി. അങ്ങനെ എൻ്റെ ഭാര്യയെ നോക്കാൻ അവിടേക്ക് വിളക്കിനെ കൊളുത്തി വലുതാക്കി. കട്ടിലിൻ്റെ അപ്പുറത്ത് നോക്കി, ഭാര്യയില്ല. ഇപ്പുറത്ത് നോക്കി, ഭാര്യയില്ല. ഷൂ കേട്ടോണ്ടിരിക്കുക. കട്ടിലിൻ്റെ അടിയിൽ നോക്കി, ഭാര്യയില്ല. ഇനി ആളുള്ളൊരു അലമാര, കാറ്റടിക്കുമ്പോഴേ ആടുന്ന അലമാരയാണ്. അവിടെ ചുവരിൻ്റെ ഇടയിൽ അല്പ ഗ്യാപ്പുണ്ട്. ഞാൻ പതുക്കെ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ വെളുപ്പാരാവിലെ 2 മണിക്ക് എൻ്റെ ഭാര്യ മുട്ടുകുത്തി നിന്ന് യേശുവിനെ പ്രാർത്ഥിക്കുന്നു. നീയാണ് ദൈവം, നിന്റെ മനുഷ്യനെ തെളിയിച്ചു കൊടുക്കണമേ. നീയാണ് ദൈവം, നിന്റെ കർത്താവേ, എൻ്റെ ഭർത്താവ് വിശ്വസിക്കണമേ. എവിടെ യേശുവേ എന്ന് പറയണേ. ഞാൻ ഷൂ മാത്രം ഞാൻ. അന്ന് രാത്രി എൻ്റെ ഭാര്യ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു. അവൾ കൊന്നാലും കുഴപ്പമില്ല. നീണ്ട 10 വർഷമായി അവളുടെ വീട്ടുകാർ പോലും അറിയാതെ അവൾ രഹസ്യ ക്രിസ്ത്യാനിയാണ്. സ്വത്ര. തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിൽ വളർന്ന അവൾ 8 വയസ്സുള്ളപ്പോൾ അവളുടെ സഹോദരന് ബ്രെയിൻ ട്യൂമർ, തലവേദന ഉണ്ടായിരുന്നു. പലയിടത്തും ചികിത്സിച്ചിട്ട് മാറാതിരിക്കുമ്പോൾ പെന്തക്കോസിലെ ടീച്ചർ പറഞ്ഞു, നീ വരണം, നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പ്രതീക്ഷയോടെ വന്ന വിനോദ് കുമാറിനെ ടീച്ചർ കൊണ്ടുപോയത് ആരാധന നടക്കുന്ന അവരുടെ ആലയത്തിനകത്തേക്കായിരുന്നു. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഗസ്റ്റ് ലെക്ചറായി അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വന്ന അദ്ദേഹം അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങളുടെ തലവേദന ദൈവം എടുത്തു മാറ്റുന്നു. സ്തോത്ര. അങ്ങനെ അവൻ്റെ വിടുതൽ കണ്ട് എൻ്റെ ഭാര്യ വിശ്വാസിയായി. അവനെ വീട്ടിൽ നിന്ന് വെളിയാക്കി അവൻ തമിഴ്നാട്ടിൽ 6 സഭകളുടെ സെൻട്രൽ പാസ്റ്ററായി തുടരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, എൻ്റെ ഭാര്യ അന്നോട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 8 വയസ്സ് പോലും പ്രായമില്ലാത്തവൾ യേശു എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഉപദ്രവിക്കും, ബൈബിൾ എടുത്താൽ കൈയടിച്ചൊടിക്കും, പള്ളിയിൽ പോയാൽ കാലൊടിക്കും. എങ്കിലും അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ നീ എനിക്കൊരു അവസരം തരണമേ. 8 വർഷവും പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ കാലങ്ങളായി പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് വിടുതൽ ഇതുവരെ വന്നില്ലെങ്കിലോ, സമയമാകുമ്പോൾ നന്മ നിന്റെ ഭവനത്തിനകത്ത് വരും. സമയമാകുമ്പോൾ നിന്റെ ശുശ്രൂഷയിൽ വരും. സമയമാകുമ്പോൾ നിന്റെ തലമുറയിൽ വരും. പത്രോസിനോട് യേശു പറഞ്ഞു, കടലിൽ കൊണ്ട് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കാൻ.
കടലിൽ ചൂണ്ടയിടുന്നവർക്കറിയാം, തിരമാല ഇല്ലാത്തടത്ത് ഇടാവും. ചൂണ്ടയിട്ട് പത്രോസ് കാത്തിരിക്കുന്നു. പുറത്തുള്ള ആ പ്ലാസ്റ്റിക് മാത്രമേ പത്രോസിന് കാണാവൂ. അകത്ത് ചൂണ്ടയിട്ടിട്ടിരിക്കുകയാണ്. അടിയിൽ കൂടെ പല മീനുകളും വന്ന് കാണും. വലിയ മീൻ വന്നപ്പോൾ ചെറിയ ചൂണ്ട കണ്ടു കാണൂല. ചെറിയ മീൻ വന്നപ്പോൾ ചൂണ്ട വലുതായിരിക്കും. പക്ഷേ പല മീനുകളും പല സ്ഥലത്തുനിന്നും വന്നു. പല മീനുകൾ പല സമയത്ത് വന്നത് മുകളിലിരിക്കുന്ന പത്രോസ് അറിഞ്ഞില്ല. അനുഗ്രഹ കടലിനകത്ത് നമ്മൾ ഇടുന്നില്ലേ സ്തുതിയും സ്തോത്രവും, അകത്ത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. 2400 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് വീണ പൈസ വിഴുങ്ങിയ മീന് പ്രസവ വേദന ഓടി ഈ പറയ ചൂണ്ടയ്ക്കകത്ത് കൊരുത്ത് സമയമായപ്പോൾ അത് പുറത്തു വന്നു. ഹല്ലേലൂയ! ഭാര്യ പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിയുന്നു. 10 വർഷത്തോളമായപ്പോൾ നെയ്യാറ്റിൻകരയിൽ അവളുടെ ചേച്ചിയുടെ വീട്ടിലെത്തി. കല്യാണം ഉറപ്പിക്കാൻ ഞാനും പോകുന്നു. കല്യാണം ഉറപ്പിക്കാൻ പോയ ഞാൻ റോഡിൽ കൂടെ പോവുകയാണ്. മീശയും താടിയൊക്കെ ഉണ്ട്, എല്ലാ രൂപഭേദമായിട്ട് പോയാൽ ഇവൾ ജനലിൽ കൂടെ കണ്ടെന്ന് തോന്നുന്നു. പ്രാർത്ഥിക്കുന്ന ഇവൾ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു ദൈവ പൈതലിനെ കെട്ടാനല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്, ഈ കാണ്ടാമൃഗത്തെയാണോ എനിക്കൊരുക്കി വെച്ചിരുന്നത്? അപ്പോൾ ദൈവാത്മാവിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, സകലവും നന്മയ്ക്കായി മാറും. നിനക്ക് വരുന്ന സകല ദോഷവും നന്മയ്ക്കാണ്. നിനക്ക് വരുന്ന സകല സങ്കടവും സന്തോഷമാക്കുവാൻ എൻ്റെ ദൈവം മതിയായവ, അനർത്ഥം വ്യസനമാക്കാത്ത ദൈവം. സ്വതന്ത്രം. അവൾ പറഞ്ഞില്ല, ഇയാൾ ബൈബിൾ കത്തിച്ചെന്നൊരു അറിവുണ്ട്. അവളുടെ അച്ഛൻ്റെ അനുജൻ്റെ മക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അറിവ് എവിടെയും എത്തി. മാത്രമല്ല, പാസ്റ്റർമാരെ കണ്ടാൽ വടക്കോട്ട് വഴി കേട്ടാൽ തെക്കോട്ട് വഴി പറഞ്ഞു കൊടുക്കും. ഒറ്റയ്ക്കാണെങ്കിൽ നല്ല കുഴിയുണ്ടെങ്കിൽ അവിടെ ചവിട്ടി അങ്ങിടും. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ലീലാവിലാസമുള്ള ആളാണെന്നും ടോയ്ലറ്റിലെ വേസ്റ്റ് 50 പൈസ പ്ലാസ്റ്റിക്കിൽ കെട്ടിയെടുത്തിട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് സഭയ്ക്കകത്ത് ഫ്ലാറ്റായിട്ട് എറിഞ്ഞ് അവിടെ വൃത്തികേടാക്കുകയൊക്കെ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടായിരുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യ മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇയാളെ വേണ്ട. ദൈവാത്മാവോട് പറഞ്ഞു, ജാതികൾക്കിടയിൽ സുവിശേഷം അറിയിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാനപാത്രമാകുന്നു ഇവൻ. ഹല്ലേലൂയ! അങ്ങനെ സമ്മതിക്കാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവളോട് പറഞ്ഞു, ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ടെന്ന് ഞാനിവനെ കാണിച്ചു കൊടുക്കാതിരിക്കുന്ന കണ്ടുകൊള്ളുക. 2 തിമോഥെയോസ് 1:12 പൗലോസ് പറയുന്നു, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല. ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ! അങ്ങനെ അവളുടെ പ്രാർത്ഥന, അവൾ പറഞ്ഞു, അങ്ങനെ ഇവിടെ നേറ്റിങ്ങനെ എത്തി, എൻ്റെ കല്യാണം ഉറപ്പിച്ചു. അന്നോട്ട് അവൾ പ്രാർത്ഥിച്ചത്, ഇവിടെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത എൻ്റെ വിശ്വാസം കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീട്ടിലെങ്കിലും പ്രകടിപ്പിക്കാൻ നീ എനിക്കൊരവസരം തരണം. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുക. എവിടെയാണ് നിങ്ങളുടെ വിഷയം, അവിടെ വചനം അയച്ചു പിടിവിക്കുന്ന ദൈവം. എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചു. കല്യാണത്തിന് 10 ദിവസം കിടക്കുമ്പോൾ എൻ്റെ അനുജൻ്റെ ഇടതുവശം മുഴുവൻ സ്തംഭിച്ചു. ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ പറയുന്നത് ക്യാൻസർ. ഒരു ഹൈന്ദവ ഭവനത്തിൽ ഒരു മരണം നടന്നാൽ 1 വർഷം കഴിഞ്ഞ് പിന്നെ കല്യാണം നടക്കൂ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്യാൻസർ എന്നറിയുന്നു. പിറ്റേന്ന് രാവിലെ ഓപ്പറേഷൻ. ഇതിൻ്റെ ഇരട്ടിയായി മാറി ഈ ബോഡി മൊത്തം. വയറിൽ 39 സ്റ്റിച്ചും ഈ ഷോൾഡറിൽ 16 സ്റ്റിച്ചും ഇവിടെ 9 സ്റ്റിച്ചും ഇടേണ്ട 3 ഓപ്പറേഷൻ 3 ഡോക്ടർമാർ ഒരേ സമയം ചെയ്യുന്നു. ഓപ്പറേഷൻ കയറ്റാനൊരുങ്ങുമ്പോൾ പണ്ട് ബൈബിൾ കത്തിച്ച ലതിക നായർ ആശുപത്രിയിൽ നിൽക്കുന്നു. അവൾ അവിടുത്തെ നേഴ്സാണ്. ഹല്ലേലൂയ! അവൾ പറഞ്ഞു, വിജയ, ഇവന് 10:15 ഓപ്പറേഷൻ, 12:15 കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ മരിച്ചു എന്ന് കണക്കാക്കണം. അങ്ങനെ 10:15 12:15 കഴിഞ്ഞു. എൻ്റെ അനുജനെ കാണാനില്ല. 1:15 കാണാനില്ല. 2:15 കഴിഞ്ഞ് കാണാനില്ല. 2:45 മണി വരെ കാത്തിരിക്കുമ്പോൾ അതിനുശേഷം കൊണ്ടുപോയവരെല്ലാം പുറത്തു കൊണ്ടുപോയപ്പോൾ എൻ്റെ അനുജനെ കാണാനില്ല. സമയം കുറച്ചു കഴിഞ്ഞു. ഇതാ അമ്മ കരയാൻ തുടങ്ങി. ഞാനും എൻ്റെ അമ്മയും അവിടെയുണ്ട്. ഇവൻ്റെ അവസ്ഥ എന്തെന്നറിയില്ല. അപ്പോഴേക്ക് 3 സുവിശേഷ പ്രവർത്തകർ ബൈബിളുമായി ആശുപത്രിയുടെ വരാന്തയിലൂടെ വരുന്നു. ഓർത്തോ വാർഡ് മെഡിക്കൽ കോളേജിൽ എൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ട് ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. അമ്മയ്ക്ക് എന്തെന്നറിയില്ല. ആശാരിയാണ് യേശു എന്നറിയാം. അമ്മ പറഞ്ഞു, വിശ്വസിക്കുന്നു, വിടുവിച്ചാൽ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ പള്ളിയിൽ പോകും. പ്രാർത്ഥിച്ചു തീരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അകത്ത് കിടക്കുന്ന മകനെയല്ല, ഈ ഇരിക്കുന്ന മകനെ എന്നെ ദൈവം കണ്ടിരിക്കുകയാൽ സ്തോത്രം പറഞ്ഞു തീർന്നാമൻ പറഞ്ഞു. ആശുപത്രിയുടെ കണ്ണാടിക്കൂട് തുറന്നു. എൻ്റെ അനുജൻ്റെ മൂക്കിലും വായിലും വയറ്റിലും 3 മുറിവിലും മലമൂത്ര വിസർജനത്തിനും ശ്വാസത്തിനും ആകാരത്തിനുമായി 7 ഓസുകളുടെ സഹായത്തോടെ
എൻ്റെ അനുജനെ പുറത്തു കൊണ്ടുവരാനിടയായി. ഇതാണ് അവിടെ നടന്നതെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നെയ്യാറ്റിൻകരയിൽ കല്യാണത്തിന് വന്ന ലതിക നായർ പറഞ്ഞ അകത്ത സംഭവം കേൾക്കണം. 10:15 ഓപ്പറേഷൻ. 12:15 കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യ പവർ മടങ്ങി വന്നപ്പോൾ ഇവൻ എണീക്കുന്നില്ല. 2 മണിക്കൂറിനകത്ത് എണീറ്റില്ലെങ്കിൽ മരിച്ചു എന്നാണ് അർത്ഥം. അന്ന് 5 പേർ മരിച്ചു. അങ്ങനെ 5 ശവങ്ങളും മൂടിക്കിടത്തിയിരിക്കുന്നു. മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ ലതിക എന്നോട് പറഞ്ഞയാണ് 12:30 കണ്ടില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സൈഡിൽ വരാൻ. മറുപടി ഇല്ലാതിരിക്കുന്നു. 4 ശവങ്ങൾ കൊണ്ടുപോയി. 5ാമത്തെ ശവം എൻ്റെ അനുജനെ മൂടിക്കിടത്തിയിരിക്കുന്നു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനൊരുങ്ങുന്ന ലതിക നായർ തൻ്റെ കത്രികയും സാധനങ്ങളും കഴുകി വയ്ക്കുമ്പോൾ പുറത്ത് പ്രാർത്ഥന. കാത്രികയുടെ എണ്ണം നോക്കുമ്പോൾ 1 കുറവ്, പുറത്ത് പ്രാർത്ഥന. അപ്പോഴവക്കൊരു സംശയം, എൻ്റെ ക്ലാസ്മേറ്റ് വിജയൻ്റെ സഹോദരൻ്റെ ഓപ്പറേഷൻ സ്ട്രക്ചറിൽ വെച്ച് മറന്നതാണോ എന്നൊരു സംശയം. മൂടിക്കിടത്തിയ ശവത്തിന് ചുറ്റുമായി ലതിക അന്വേഷിക്കുമ്പോൾ പുറത്ത് പ്രാർത്ഥന. കത്രിക അന്വേഷിച്ചവൻ്റെ കാലിൻ്റെ അടുത്തെത്തുമ്പോൾ പുറത്ത് പ്രാർത്ഥന ശക്ത. ലതികൾക്കൊരു സംശയം, മൂടിക്കിടത്തിയിരിക്കുന്ന ശവത്തിൻ്റെ കാലുകൾ അനങ്ങുന്നു എന്നൊരു സംശയം. അവൾ തുണി വലിച്ചു മാറ്റി, പുറത്ത് പ്രാർത്ഥന. ഈ ശവം അനങ്ങി തുടങ്ങി. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ആ ശവത്തിനിറങ്ങി. മരിച്ച എൻ്റെ അനുജനെ ദൈവം മടക്കി തന്നു. ഹല്ലേലൂയ. പനി മാറിയതോ ചൊറി മാറിയതോ അല്ല, മരിച്ച എൻ്റെ അനുജനെ മടക്കി തന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ നടക്കും, ഈ സ്റ്റിച്ചിങ് നടക്കുന്നു. 10 ദിവസം കഴിഞ്ഞെങ്കിലും ഡിസ്ചാർജ് ചെയ്യേണ്ട എൻ്റെ അനുജനെ 4-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. എൻ്റെ വിവാഹത്തിന് നെയ്യാറ്റിൻകര സ്കൂട്ടർ ഓട്ടിച്ച് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവൻ ആരോഗ്യം കൊടുക്കാനിടയായി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയോ ഭൂമിയെ ഉണ്ടാക്കിയ കർത്താവിൽ നിനക്ക് ഒരു വിടുതൽ വരും. ഹല്ലേലൂയ. പത്രോസിനെ പറഞ്ഞ് ആഴത്തിലോട്ട് വീശണം. നേരത്തെ പറഞ്ഞ അറിവുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ വാക്കങ്ങ് പാലിച്ചു. എടുത്തൊരൊറ്റ എറി, മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വലിച്ചപ്പോഴാണ് പുള്ളിക്ക് ഡൗട്ട്. ബലക്കുന്നു. അടിത്തട്ട് കണ്ടിരുന്ന ആ കടലിൽ അല്ലെങ്കിൽ ആ തടാകത്തിൽ മീൻ നിറഞ്ഞു. അകലത്തെ ഉണ്ടാക്കി എൻ്റെ കർത്താവിൻ്റെ അന്ന് പറഞ്ഞു കാണും, ഒരൊറ്റ മീനും പത്രോസിൻ്റെ പടകിലേക്ക് വരരുത്. നിനക്ക് ചില നഷ്ടങ്ങളുണ്ടായേക്കാം, അത് നിന്നെ പണിയാനുള്ള സാധ്യതകളാണ്. നിനക്ക് എവിടെയാണോ നിന്റെ പ്രവൃത്തി നഷ്ടമാകുന്നത് അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കൂ. ഹല്ലേലൂയ. പത്രോസ് തൻ്റെ പടകിലേക്ക് മീനിനെ വലിച്ചു. മാറിപ്പോയവരെ വിളിച്ചു. 7-ാം വാക്യം അങ്ങനെയാണ്. ഒന്ന് വായിച്ചാട്ടെ. 5:7. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്നു സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. കണ്ടോ, നന്മ കിട്ടിയപ്പോൾ മാടി വിളിച്ചു. ചിലരങ്ങനെ വിളിക്കൂല. ഇവർ നന്മ കിട്ടിയപ്പോൾ വിളിച്ചു വരാൻ. കൂട്ടിവെക്കാനൊന്നും ഇല്ലാത്തവനെ പങ്കുവയ്ക്കാൻ മനസ്സ് വരും. പുള്ളിക്കാരൻ വിളിച്ചു, വിവരെല്ലാം എടുത്തു. പക്ഷെ മീന് പെരുകുമ്പോൾ മീനിൽ കണ്ണു പോകാതെ താൻ പാപിയാണെന്നൊരു ബോധമുണ്ടായി. ഞാൻ പാപിയായ മനുഷ്യനാകുന്നു, എന്നെ വിട്ടേച്ചു പോകണം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. തൊട്ടാവാടി ഒരു രാജാവ് പറഞ്ഞു, ഇവിടെ പുഷ്പ മത്സരം നടത്താൻ പോവുകയാണ്, താല്പര്യമുള്ളൊരു പുഷ്പങ്ങൾ കൊണ്ടുവരാം. പൈസ ഉള്ളൊരു യമന്തി, പിച്ചി, മുല്ല. പക്ഷേ ഒരു കർഷകൻ പൈസ ഇല്ല. അയാൾ തൊട്ടാവാടി ആടി നടത്തോണ്ടിരിക്കുകയായിരുന്നു. അയാൾ ആ മണ്ണോടെ തൊട്ടാവാടി എടുത്ത് ചാക്കിലാക്കി കൊണ്ടുവന്നു. നല്ല നീല പൂവുണ്ടല്ലോ. ഈ തൊട്ടാവാടിയുടെ ഇംഗ്ലീഷ് അറിയാമോ? ടച്ച് മീ നോട്ട് എന്നാണ്. തമിഴിൽ തൊട്ടാ ചുണുങ്കും എന്നാണ്. അപ്പോൾ ഈ സംഭവം കൊണ്ടുവന്ന മന്ത്രി പറഞ്ഞു, ഇവിടെ കയറ്റൂല, മാറ്റി വയ്ക്കാൻ പോകും. ഇല്ലല്ല, രാജാവ് ബാക്കിയെല്ലാം നോക്കി, യമന്തി, ഡാലിയ, വിച്ചി, മുല്ലയൊക്കെ നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിൽക്കണം. അപ്പോൾ മന്ത്രി കഴിഞ്ഞ് പോകണ്ട, അത്ര സുഖമില്ലാത്തടത്തും കൊണ്ടുവന്നതാണ്. എങ്കിലും രാജാവ് പോയി. രാജാവ് ഈ പൂവിനടുത്തോട്ട് വരാൻ സമയമായതും ഈ കർഷക ഈ ചാക്കിലൊരൊറ്റ ചവിട്ടങ്ങ് ചവിട്ടി. രാജാവ് ഒന്ന് എന്തെന്നൊക്കെ നോക്കി നിൽക്കുമ്പം മൊത്തത്തിൽ വിരിഞ്ഞു ചെയ്യുന്ന പൂവും പൂക്കൊലയൊക്കെ താഴോട്ടൊരു പോക്ക്. രാജാവ് ഞാനെവിടെ? ഒരുത്ത വന്നു. കുറവായവൻ 1-ാം സമ്മാനം, 2-ാം സമ്മാനം, 3-ാം സമ്മാനം, 4-ാം സമ്മാനം 1000 സ്വർണ്ണ നാണയം. മന്ത്രി പറഞ്ഞു, എന്തിന്? നീ സൊമാലിയെന്നും എത്യോപ്യെന്നും അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നു. എന്നെ കണ്ടിട്ട് യാതെങ്കിലും പൂ മൈൻഡ് ചെയ്താടാ? ഈ ചെടി എന്നെ കണ്ടപ്പോൾ വീഴുന്ന തൊഴുത നീ കണ്ടോ? സ്വത്ര. ഇന്ന് വീഴാൻ തയ്യാറുണ്ടോ? നിന്നെ ഉയർത്താൻ ദൈവം തയ്യാർ. വീഴാൻ തയ്യാറുണ്ടോ? നിന്നെ മാനിക്കാൻ ദൈവം തയ്യാർ. നിന്നെ ഉയർത്താൻ ദൈവം തയ്യാർ. എന്നെ വിട്ടേച്ചു പോകണമേ. 1997 കല്യാണം. ഞാൻ 99 വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഞാൻ പ്രിയമുള്ള ജീൻജിയോട് പഠിക്കുന്ന കാലത്ത് എൻ്റെ അപ്പം മരിക്കും. എനിക്ക് 11 വയസ്സാണ്.
അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാലം, ആരോ തന്നൊരു ബർമുടയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ശ്രീലങ്ക വഴി വിമാനം ഇങ്ങനെ പൊങ്ങി ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ എത്തി ട്രിവാൻഡ്രത്തേക്ക് പോകാൻ താഴുകയാണ്. വിമാനത്താവളത്തിൻ്റെ അകലം ശ്രീലങ്ക ടു ട്രിവാൻഡ്രം അടുത്താണ്. അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ താന്നപ്പോൾ ഞാൻ കൊതി കൊണ്ട് ഇതിൻ്റെ പിറകെ ഓടി. ബട്ടൺസ് ഇല്ലാത്ത ബർമുടയൊക്കെ പിടിച്ച് ഓടി വന്ന് വീഴുന്നു. പകലാണെങ്കിൽ വീല് കാണാം, രാത്രി ആളിനെ കാണാം. 3ാം ക്ലാസ് വരെ പഠിക്കുന്ന എൻ്റെ അമ്മ അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞു, എന്തിനാണ് നോക്കണത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊതി കൊണ്ട് നോക്കണം, അവിടെ നിന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കും. ഇവിടെ ഓടാതാ, നമ്മൾ പാവങ്ങളാണ്, ഞാൻ നോക്കും. അമ്മ പറഞ്ഞ് നോക്കരുത്. 50 വയസ്സ് എത്രയും ചെറുതെങ്കിൽ 11 വയസ്സ് എന്ത് ചെറുതായിരിക്കും സോദര. അമ്മ പറഞ്ഞ് നോക്കരുത്. ഞാൻ വിഴുന്ന് കിടക്കുകയാണ്, ഞാൻ നോക്കും. അമ്മ തുറപ്പുകൊണ്ടടിച്ചു, നമ്മൾ പാവങ്ങളാണ്. ദേഷ്യം വന്ന അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ഇതിൻ്റെ അകത്ത് കയറും സോദര. പറഞ്ഞു തീർന്നത് അടി തുറപ്പൈക്കിൽ മൊത്തം തെറിച്ചു. അമ്മ ഞാൻ പറഞ്ഞു, നീ ഒരിക്കലും നന്നാവില്ലെന്ന് ശപിച്ചു. നിങ്ങൾക്കറിയാമോ, 1997 കല്യാണം, 99 വിഷം കഴിച്ച് ആത്മഹത്യ, 2000 തുടക്കത്തിൽ വിശ്വാസി, 2002 തൊട്ട് പ്രസംഗകൻ, 2004 തൊട്ട് അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗികൻ. അങ്ങനെ ഈ പറഞ്ഞ അവസ്ഥ കഴിയുമ്പോൾ എൻ്റെ അമ്മ ശപിച്ചില്ലേ വിമാനത്തിൽ കയറാൻ പറ്റില്ലെന്ന്. അന്ന് കൊതിച്ച വിമാനം ആകാശനൗകയിൽ ആ 2006 നവംബർ 20 തൊട്ട് ഇന്ന് നിൽക്കുന്ന 25 ഒക്ടോബർ 10 വരെ ആകാശനൗകയിൽ 29 പ്രാവശ്യം കയറി ലോകരാഷ്ട്രങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായി പോകാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചെങ്കിൽ നിങ്ങളെ എത്രയധികം ആഴത്തിലോട്ട് വീശടാ, പറയുന്നതെന്ന് കേൾക്കടാ. അങ്ങനെ വീശി വലിച്ചു, കാൽക്കൽ വീണു. പാപബോധം ഉണ്ടാകാൻ പറഞ്ഞു, എന്നെ വിട്ടേച്ച് പോകണം. യേശു പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഫ്രം ടുഡേ ഐ ആം ഗോയിങ് ടു ക്യാപ്ചർ മെൻ ഫോർ മീ. എനിക്ക് വേണ്ടി ഇന്ന് വരെ ജീവനുള്ള മീനിനെ പിടിച്ച് ജഡമാക്കി കൊടുത്ത നീ ജഡത്തെ പിടിച്ച് ആത്മീക ജീവൻ ഊതുന്നവനായി മാറും. എത്ര ആത്മീകമായ ജീവൻ. പറയുന്നത് കേൾക്കൂ, നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ 2004 നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് ഞങ്ങളെ പുറത്താക്കും. അങ്ങനെ വാടക വീട് താമസിക്കുന്നു. അപ്പോഴാണ് സത്യാസ് പാസ്റ്ററിൻ്റെ സ്ഥിരം സന്ദർശകൻ. അതിന് വഴിയിൽ വെച്ച് പാസ്റ്ററുമായി സംസാരിച്ച് എൻ്റെ ആത്മീക ജീവിതമൊക്കെ മനസ്സിലാക്കി ശുശ്രൂഷയ്ക്ക് പോകാനുള്ള സ്വാതന്ത്ര്യത്തോടെ ഞാൻ സഭാവിശ്വാസിയായി മാറി. അങ്ങനെ എൻ്റെ പാസ്റ്റർ പ്രാർത്ഥനയും കാര്യാദികളുമൊക്കെയായി എനിക്ക് ഒരു ബ്ലഡ് ആദ്യമായി 21 ഉപവസിക്കുന്നു 2005. ആ ഉപവാസം കഴിയുമ്പോൾ ഒരു ബ്ലഡ് ക്യാൻസർ രോഗി ഫോണിലൂടെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. മുഖാമുഖം കണ്ടിട്ടില്ലാത്ത ആൾക്ക് ബ്ലഡ് ക്യാൻസർ രോഗിക്ക് പ്രാർത്ഥിച്ചു. കൃപയാൽ ആ രോഗം ദൈവം മാറ്റുവാനിടയായി. അയാൾ എനിക്കൊരു ഭൂമി വാങ്ങിത്തന്നു. ഒരു കനാലിൻ്റെ സൈഡിലാണ്, വഴിയില്ലാത്ത ഭൂമി. ദൈവാത്മ റോഡ് സൈഡിൽ വീട് തരുമെന്ന്. നിങ്ങൾക്കറിയാമോ, കല്ലറകൾ നിറഞ്ഞ ആ ഭൂമി വാങ്ങി, കനാലിൻ്റെ സൈഡിൽ വഴിയില്ലാത്തത് വാങ്ങി, അടുത്ത ആഴ്ചയിൽ ആ ഭൂമി റോഡായി മാറാനിടയായി. സൂത്ര അങ്ങനെ വീട് വെച്ച് താമസിക്കുമ്പോൾ 2006 ഞാൻ ഗൾഫിലേക്ക് പോകുന്നു. എൻ്റെ വീട് സ്ഥലവും പണയപ്പെടുത്തി, ബാങ്കിൽ പണയപ്പെടുത്തി പണമെടുത്ത് നേരെ ഗൾഫിലേക്ക് പോയി. ജോലി കഴിഞ്ഞു. പിന്നീടാണ് അറിയുന്നത് 1 വർഷം കൂടെ അടയ്ക്കേണ്ട ലോൺ 1 പൈസയും അടച്ചില്ല. വീടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. വീട് നഷ്ടമാകും. ഭാര്യ വേഗം വരാൻ പറഞ്ഞു. പെട്ടെന്ന് വീട്ടിലെത്തി. നോട്ടീസ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എൻ്റെ വീട് കൊണ്ട് എടുത്ത് വെള്ളത്തിൽ ചാനലിലിട്ടു. അത് അറബിക്കടലിലേക്ക് ബോർഡ് ഒഴുകിപ്പോയി. അങ്ങനെ ബന്ധുക്കൾ ചർച്ചക്കാരെ കാണാൻ പോയി. ബന്ധുക്കൾ ഇങ്ങോട്ട് വന്നു പോരുത്, ക്രിസ്ത്യാനിയാണ്, പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനികളാകുന്ന അറിയാവുന്നവരൊക്കെ ചോദിച്ചപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സങ്കടമായി. ഒടുവിൽ ആ വർഷം 2008 ഫെബ്രുവരി 29 ദിവസമുണ്ട്. അങ്ങനെ ഞങ്ങൾ 26 ദിവസം വരെ ശ്രമിച്ചിട്ട് ഒന്നും നടന്നില്ല. 27, 28, 29 ഞങ്ങൾ രണ്ടുപേരും ഉപവസിക്കാൻ തീരുമാനിച്ചു. 27-ാം തീയതി ഉപവസിക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് ദൈവാത്മ പറഞ്ഞു, ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? 29-ാം തീയതി പൈസ അടച്ചില്ലേ, 1-ാം തീയതി ഇറങ്ങണം. 28-ാം ദൈവാത്മ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആത്മിക കാര്യങ്ങൾ നടത്തിത്തരുന്ന ദൈവമല്ലേ, നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ ഞാൻ നടത്തിത്തരും. സ്വത്ര 29-ാം തീയതി ഞങ്ങൾ രണ്ടുപേരോട് ദൈവാത്മ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഈ ഭൂമി തന്നെങ്കിൽ ഇതിലെ ഒരു തരി മണ്ണ് ശത്രു തൊടുകയില്ല. സ്വത്ര അങ്ങനെ 5 മണിയായി. 5 മണി നോക്കണമെങ്കിൽ ഞങ്ങളുടെ സഭയിലുള്ള എത്രയോ പേർ അന്ന് ബാങ്ക് ജപ്തി വരുമെന്ന് പറഞ്ഞ് ഇവിടുന്നും ഒക്കെ കടവും പാവലും വാങ്ങി പൈസ അടച്ചുകൊണ്ട് എൻ്റെ പാസ് ജീവിച്ചിരിക്കുന്നുണ്ട്. സംശയമെങ്കിൽ നിങ്ങൾക്ക് കള്ളമായിരുന്നു, ഇപ്പം തന്നെ പാസ് പറയായിരുന്നു കള്ളമെന്ന്. അങ്ങനെ പലരും അടച്ച്. എനിക്ക് അടയ്ക്കാൻ പൈസയില്ല. 5 മണിയായി 7 മണിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോഴേക്ക് കാക്കയൊക്കെ വരുമ്പോൾ ഞാൻ ഇറങ്ങി നോക്കും. കാരണം ഏലിയാവിന് കാക്കയെ
കൊണ്ടുവന്നു എന്നാണ്. എൻ്റെ കാക്കകളെല്ലാം കറണ്ടടിച്ച് ചത്തു, ഒരു കാക്കയും വന്നില്ല, ഒരു വ്യക്തിയും വന്നില്ല. അവസാനം ഞാനും ഭാര്യ മുഖാമുഖം നോക്കുന്നു. 7 മണിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ ഫോൺ, ലോൺ എന്തായി? ഞാൻ പറഞ്ഞു ലോൺ എന്താവാം, നാളെ രാവിലെ ഞങ്ങൾ ഇറങ്ങും, പഴയ വാടക വീട്ടിലേക്ക് പോവുകയാണ്. അവൻ പറഞ്ഞു ഒരിക്കട്ട് TV നോക്കാം, അടുത്ത വീട്ടിൽ TV ഉണ്ട്. TV നോക്കുമ്പോൾ അന്ന് ദൂരദർശൻ ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ, മറ്റ് ചാനലൊന്നുമില്ല. 2008 ഫെബ്രുവരി 29 ഞാനിങ്ങനെ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് കളി തീരാറായി. അപ്പോഴും ഞാൻ അല്ല ഇതിനകത്ത് ലോണിൻ്റെ കാര്യമുണ്ട്, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കണമേ. സമയത്തിന് ഞാൻ ഭാര്യയോട് പറയാണ്, നമ്മൾ ഈ എല്ലാം വാരിക്കെട്ട് നമുക്കങ്ങ് പോകാം. അപ്പോൾ പറഞ്ഞു ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പോയിരുന്നപ്പോൾ ബാങ്കുകാർ പോലീസിനെ കൊണ്ട് സ്ഥാപന ജംഗമ വസ്തു കിടക്കണ എല്ലാം എഴുതി എടുത്തുകൊണ്ട് പോയി, ഇതിലൊരു സാധനം എടുത്തുകൊണ്ട് പോയാൽ ബാങ്ക് നമ്മളകത്താക്കും. അങ്ങനെ ഒന്നുമില്ല. ഇറങ്ങാൻ നിൽക്കുമ്പോൾ നോക്കണേ, ഇവിടെ പറയുന്നത് ലോണിൻ്റെ വിഷയമെന്ന്. കൂട്ടുകാരൻ പറയുന്നത് ഫോൺ കയ്യിരിക്കുകയാണ്. അടുത്ത വീട്ടിൽ TV നോക്കുമ്പോൾ ക്രിക്കറ്റ്. അവൻ പറഞ്ഞു ഇനി പ്രധാന വാർത്ത വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്രധാന വാർത്ത എഴുതുകയാണ്, വയനാട്ടിൽ കാസർഗോഡിൽ ആ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ കർഷകാത്മഹത്യ ഉണ്ടായതുകൊണ്ട് അന്ന് കേന്ദ്രത്തിലെ ഡൽഹിയിലെ കോൺഗ്രസ് സർക്കാർ ഒരു നിയമം പാസാക്കി 1 ലക്ഷം രൂപയ്ക്ക് താഴെ ലോൺ എടുത്ത എല്ലാ കാർഷിക ലോണുകളും കേന്ദ്ര സർക്കാർ എഴുതി തള്ളി. വ്യവസായ ലോൺ എന്ന് തമിഴിൽ പറയുന്ന കാർഷിക ലോണ് എഴുതി തള്ളി. അന്ന് ഞാൻ വിചാരിച്ച എല്ലാവർക്കും വേണ്ടി എഴുതി എനിക്ക് കിട്ടിയെന്ന്. ഇന്നെനിക്കറിയാം, അല്ല, എനിക്ക് വേണ്ടി എഴുതി, അത് സകലർക്കും കിട്ടി. നീ ഒരാൾ വിശ്വസ്തയോടെ നിന്റെ വീട്ടിൽ നിന്നാൽ നിനക്ക് വേണ്ടി രാജ്യത്തിന്റെ നിയമം മാറ്റുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അവസാന വാക്യം പറയുന്നു, അവൻ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. 11ാമത്തെ വാക്യം വായിച്ചാട്ടെ. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ഒന്നാമത്തെ കാര്യം, എപ്പോഴാണോ മനുഷ്യന്റെ പ്രവൃത്തി നിഷ്ഫലമെന്ന് തോന്നുന്നുവോ അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കും. ഹല്ലേലൂയ. ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം എണ്ണപ്പെടാനാവാത്ത അനുഗ്രഹത്തിന് കാരണമായി മാറും. ഹല്ലേലൂയ. ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പാപത്തിലാണ് അധ്വാനിച്ചത്. ഇന്ന് പകലാണ് അധ്വാനിക്കുന്നത്, വിശുദ്ധിയിലാണ് അധ്വാനിക്കുന്നത്. ഇന്നലെ ഇടതുവശത്താണ് വീശിയത്, ഇന്ന് വലതുവശത്താണ് വീശുന്നത്. ഇന്നലെ തെറ്റിലാണ് ജീവിച്ചത്, ഇന്ന് അവൻ ശരിയിൽ ജീവിക്കുന്നു. ഇന്നലെ ഒറ്റയ്ക്കാണ് ഇരുന്നത്, ഇന്ന് ആ പടകിന്റെ അറ്റത്ത് എൻ്റെ കർത്താവ് കൂടെയുണ്ട്. നമ്മുടെ ജീവിത പടവിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ പാട്ടിൽ, നമ്മുടെ പ്രസംഗത്തിൽ, നമ്മുടെ ഉപജീവനത്തിൽ കർത്താവിനെ കൂടെ ഇരുത്ത്. നിത്യതയിലേക്ക് നിന്നെ എത്തിപ്പാൻ എൻ്റെ ദൈവം മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരു നിമിഷം എണീക്കാം, കണ്ണുകൾ വയ്ക്കാം, പ്രാർത്ഥിക്കാം.